നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വീണ്ടും പശ്ചിമേഷ്യയിലേക്ക് വലിയ സംഘർഷമുണ്ടാകുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ്. മറ്റൊന്നുമല്ല, ഇറാൻ ഇസ്രായേലിന് നേരെ ആക്രമണം അഴിച്ചുവിടുന്നു. 10ഓളം മിസൈലുകൾ IDF ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് തകർത്തു എന്നാണ് ഏറ്റവും പുതിയ വിവരം പുറത്തു വരുന്നത്. ഇറാനെ ചാരമാക്കുമെന്നാണ് ഇസ്രായേലിൻ്റെ പകരമുള്ള മുന്നറിയിപ്പ് എന്ന വിവരമുണ്ട്. ഇറാഖ് തങ്ങളുടെ വ്യോമപാത 72 മണിക്കൂറിലേക്ക് അടച്ചു. ഒപ്പം ട്രംപിൻ്റെ നിർദ്ദേശമുണ്ട് ഇസ്രായേലിന് ഇറാനെ തിരിച്ചാക്രമിക്കരുത് എന്നുള്ളതാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയായി തന്നെ ഈ 1 മണിക്കൂർ ചർച്ച ചെയ്യും. മറ്റൊന്ന്, സംസ്ഥാന വ്യാപകമായി ശക്തമായ മഴ പെയ്യുന്നു എന്നുള്ളത് തന്നെയാണ്. മഴ മിക്ക ജില്ലകളിലുമുണ്ട്. ഇപ്പോൾ തലസ്ഥാനത്തൊക്കെ അതിശക്തമായ മഴ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനടക്കം നിരവധി വാർത്തകളിലേക്ക് അടക്കാം. ആദ്യം തലക്കെട്ടുകൾ. പശ്ചിമേഷ്യയിൽ വീണ്ടും യുദ്ധഭീതി. ഇസ്രായേലിന് നേരെ ഇറാന്റെ മിസൈൽ ആക്രമണ പരമ്പര. ഇറാനെ ചാരമാക്കുമെന്ന് ഇസ്രായേലിന്റെ മുന്നറിയിപ്പ്. തിരിച്ചടിക്കരുതെന്ന് ട്രംപ്. വടക്കൻ കേരളത്തിൽ അതിതീവ്ര മഴ തുടരും. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ. ഫ്രഞ്ച് ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം അലക്സാണ്ടർ സ്വരേവിന്. ഫൈനലിൽ ഇറ്റലിയുടെ ഫ്ലാവിയോ കൊളോബിയയ്ക്കെതിരെ ജയം. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത പുറത്തുവരുന്നത് പശ്ചിമേഷ്യയിൽ വീണ്ടും വൻ യുദ്ധഭീതി എന്നുള്ളതാണ്. ഭീഷണി ഉയർത്തുന്നത് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഇറാന്റെ ആക്രമണമാണ് ഇസ്രായേലിലേക്ക്. വലിയ മിസൈൽ ആക്രമണം ഇറാന്റെ ഭാഗത്ത് നിന്ന് ഇസ്രായേലിലേക്ക് ഉണ്ടാകുന്നു. IDFന്റെ കണക്കനുസരിച്ച് ഏതാണ്ട് 10ഓളം മിസൈലുകൾ ഇസ്രായേലിൻ്റെ പല ഭാഗങ്ങളിലേക്ക് എത്തിയെന്നാണ് വിവരങ്ങൾ പുറത്തു വരുന്നത്. ഇതനുസരിച്ചുള്ള കൃത്യമായ നിർദ്ദേശവും IDFന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. IDF കൺഫേംസ് മിസൈൽ ഫയർ ഫ്രം ഇറാൻ ആസ് സൈറൻ സൗണ്ട് അക്രോസ് ഇസ്രായേൽ ആൻഡ് ഡിഫൻസ് സിസ്റ്റംസ് ഇന്റർസെപ്റ്റ് ത്രെറ്റ്സ് ആഫ്റ്റർ ബെയ്റൂട്ട് സ്ട്രൈക്ക്. ബെയ്റൂട്ടിലേക്ക് ഇസ്രായേലിൻ്റെ ആക്രമണം ഉണ്ടായിരുന്നു. ലെബനിലേക്കുള്ള ആക്രമണം ഉണ്ടായിരുന്നു. ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ ലക്ഷ്യവെച്ചാണ് ആക്രമണം എന്ന് പറയുമ്പോഴും ഇതിനെതിരെ ഇറാൻ ആക്രമിച്ചത് ഇസ്രായേലിനെയാണ്. ഇസ്രായേലിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സൈറനുകൾ മുഴങ്ങുന്നു എന്ന് അവിടുത്തെ മലയാളി സുഹൃത്തുക്കൾ നമ്മളോട് വ്യക്തമാക്കുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. വി വിനോദ് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കുകയാണ്. വിനോദ്, ഇറാൻ തുടർച്ചയായുള്ള മിസൈൽ ആക്രമണം ഇറാൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട് ഇസ്രായേലിലേക്ക് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഏതായാലും ഇസ്രായേലിൽ തുടർച്ചയായുള്ള സൈറനുകൾ മുഴങ്ങുന്നുണ്ട്. ജനവാസ മേഖലകളിലൊക്കെ ആളുകൾ ബങ്കറുകളിലേക്ക് മാറണമെന്നും മറ്റുമാണ് നിർദ്ദേശം. കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ഇത്തരം ഒരു ആക്രമണം ഇസ്രായേലിലേക്ക് സംഭവിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഏറ്റവും പുതിയ സാഹചര്യം എന്താണ്? കടുത്ത യുദ്ധഭീഷണിയിലേക്ക് പശ്ചിമേഷ്യ ചെന്ന് വീഴുന്നു എന്ന് തന്നെ ഈ ഘട്ടത്തിൽ പറയേണ്ടിയിരിക്കുന്നു. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ സമാധാന ചർച്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിൻ്റെ ചില നീക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പൊടുന്നനെ സ്ഥിതി മാറുകയാണ്. ലെബനനിൽ ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് ആക്രമണം ഉണ്ടായതാണ് ഇപ്പോഴത്തെ സ്ഥിതി ഗുരുതരമാക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം. ലെബനനിലേക്ക് ഇസ്രായേലിൻ്റെ തുടർച്ചയായ ആക്രമണം ഉണ്ടാകുകയും ഇറാൻ അതിന് തിരിച്ചടിയെന്നോണം ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തുകയും ചെയ്തിരിക്കുന്നു. 10 ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രായേലിലേക്ക് അയച്ചു എന്നതാണ്. അയൺ ഡോമുകൾക്ക് പ്രതിരോധിക്കാൻ കഴിയാത്ത വിധം ഇസ്രായേലിൽ അത് നാശനഷ്ടമുണ്ടാക്കിയെന്ന അവകാശവാദം കൂടി ഇറാന്റെ ഭാഗത്ത് നിന്ന് വരുന്നു. അമേരിക്കൻ സേനയോട് വൈറ്റ് ഹൗസ് ഇപ്പോൾ നൽകിയിരിക്കുന്ന നിർദ്ദേശം ഏത് സാഹചര്യവും നേരിടാൻ സജ്ജമാകണമെന്നാണ്. അതായത് യുദ്ധത്തിലേക്ക് പോകാനുള്ള എല്ലാ സ്ഥിതിയും നിലനിൽക്കുന്നു എന്ന് തന്നെയാണ്. ഒരുപക്ഷെ ഏപ്രിൽ വെടിനിർത്തലിൽ ഉണ്ടായ ശേഷം ഇസ്രായേൽ ഇറാൻ വെടിനിർത്തൽ, ലെബനിലേക്കൊക്കെ ഉള്ള ആക്രമണം അവസാനിച്ച ശേഷം പിന്നീടും ഒറ്റതിരിഞ്ഞുള്ള ചില ആക്രമണങ്ങൾ ഉണ്ടായെങ്കിലും ഇറാനും ഇസ്രായേലും തമ്മിലുള്ള ഒരു വെടിനിർത്തൽ എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയെങ്കിൽ അതെല്ലാം തന്നെ അട്ടിമറിക്കപ്പെടുന്ന നിലയിലേക്കാണ് ഇപ്പോഴത്തെ സാഹചര്യം പോകുന്നത്. അങ്ങനെ ഇപ്പോൾ യുദ്ധഭീഷണിയിലേക്ക് പശ്ചിമേഷ്യ ചെന്ന് വീഴുകയാണ്. മാത്രമല്ല, നമ്മളിവിടെ കാണേണ്ടത് പാകിസ്ഥാൻ്റെ പ്രതിരോധ മന്ത്രി ഇപ്പോൾ ഇറാനിലേക്ക് അടിയന്തരമായി പോയിട്ടുണ്ട്. അവിടെ ചില നിർദ്ദേശങ്ങൾ അമേരിക്കയുമായി ചർച്ച ചെയ്ത ശേഷം ഈ ആക്രമണം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ചില അടിയന്തര നിർദ്ദേശങ്ങൾ നൽകുന്നതിന് വേണ്ടിയാണ് മധ്യസ്ഥ രാജ്യം എന്ന നിലയിലുള്ള ഈ ഇടപെടൽ ഉണ്ടാകുന്നത്. പക്ഷേ അതൊക്കെ എത്ര കണ്ട് ഫലവത്താകും എന്നതിൽ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല, ഇസ്രായേലിൽ നിന്നുള്ള ഏറ്റവും ഒടുവിലത്തെ അവരുടെ ഒരു ഔദ്യോഗികമായ അറിയിപ്പ് വരുന്നത് ഇസ്രായേൽ മന്ത്രിസഭയുടെ തന്നെ ഒരു അടിയന്തര ക്യാബിനറ്റ് അവർ ചേർന്നു. അതിൽ തന്നെ ഒരു തീരുമാനമുണ്ടായത്, അഭിപ്രായമുയർന്നത് ഇറാനെ ഇല്ലാതാക്കുക എന്നതാണ്. ഇന്ന് രാത്രി ഇറാൻ
കത്തണം എന്ന അഭിപ്രായം അവിടെ ഉയർന്നു വന്നു എന്നതാണ്. $23 ബില്യൺ ആസ്തി, ഇറാൻ്റെ ആസ്തി അമേരിക്ക ഫ്രീസ് ചെയ്തിട്ടുണ്ട്. അത് അമേരിക്കൻ സൈനിക താവളം നിലനിൽക്കുന്ന ഗൾഫ് രാജ്യങ്ങൾക്ക് മേൽ ഇറാൻ്റെ ആക്രമണമുണ്ടായി. ആ നാശനഷ്ടം നികത്തുന്നതിന് വേണ്ടി ഇറാൻ്റെ ആസ്തി മരവിപ്പിച്ചതാണ്, ഫ്രീസ് ചെയ്തതാണ്. ആ ആസ്തി തിരികെ കിട്ടണമെന്ന ഇറാൻ്റെ ആവശ്യമുണ്ട്. ഈ ഹോർമൂസുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം തന്നെ ആണവ നിരായുധീകരണവുമായി ബന്ധപ്പെട്ടും ഉള്ള ചർച്ചകൾക്ക് അപ്പുറത്തേക്ക് ലെബനനെ ഇപ്പോൾ ഇസ്രായേൽ ആക്രമിച്ചത് ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇറാനെ ചാരമാക്കുമെന്നാണ് ഇസ്രായേലിന്റെ പകരമുള്ള മുന്നറിയിപ്പ്. ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് വലിയ തിരിച്ചടി ഉണ്ടാകുമെന്നും മറ്റും ഇസ്രായേലിന്റെ അഭിപ്രായം വരുന്നുണ്ട്. പക്ഷേ അപ്പോഴും ട്രംപ് പറയുന്നത് ഒരു തിരിച്ചടി ഉണ്ടാവരുത്. നമുക്കറിയാം, നേരത്തെ തന്നെ ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഇസ്രായേലും അമേരിക്കയുമായി അഭിപ്രായ ഭിന്നതയുണ്ട്. യുദ്ധം അവസാനിപ്പിക്കണമെന്നുള്ള തരത്തിൽ ചില കാര്യങ്ങൾ ട്രംപ് മുന്നോട്ട് വെക്കുമ്പോൾ അത് സമ്മതിക്കാത്തത് ബെഞ്ചമിൻ നെതന്യാഹുവാണ്. അപ്പോൾ ഈ പുതിയ സംഭവവികാസങ്ങളിലും ഇസ്രായേൽ തിരിച്ചടിക്കരുത് എന്നുള്ള അമേരിക്കയുടെ ആവശ്യം എത്രത്തോളം അനുസരിക്കുമെന്നുള്ളതും പ്രശ്നമാണല്ലോ. തീർച്ചയായും ഈ യുദ്ധത്തിൻ്റെ ഒരു പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ തന്നെ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രകോപനമാണ് പലപ്പോഴും യുദ്ധത്തിലേക്ക് കാര്യങ്ങളെ വലിച്ച് ഇഴയ്ക്കുന്നത്. അവിടെ അമേരിക്കയ്ക്ക് അങ്ങനെ ഒരു അമേരിക്കൻ US കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് ഈ യുദ്ധത്തിലേക്ക് പോകരുത് എന്നൊരു അഭിപ്രായം ഉണ്ടായിരുന്നു. നേരത്തെ ട്രംപ് ഏകപക്ഷീയമായി യുദ്ധത്തിലേക്ക് പോയേക്കും എന്ന തരത്തിലുള്ള ചില ആശങ്കകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചർച്ചകൾ ഉയർന്നു വന്നിരുന്നു. അപ്പോൾ തന്നെ ഡെമോക്രാറ്റിക്കുകൾ അപ്പുറത്തേക്ക് റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ നിന്ന് വരെ ഈ തരത്തിൽ യുദ്ധത്തിലേക്ക് പോകരുത് എന്ന തരത്തിലുള്ള അഭിപ്രായം ഉയർന്നു വന്നിരുന്നു. മാത്രമല്ല, കോൺഗ്രസിൻ്റെ അംഗീകാരമില്ലാതെ യുദ്ധത്തിലേക്ക് പോകരുത് എന്ന ഏറ്റവും ഒടുവിലത്തെ നിർദ്ദേശം കൂടി വന്നിരുന്നു. അത് ട്രംപിന് ഒരു വിലങ്ങുതടിയായി. മാത്രമല്ല, അവിടെ നേരത്തെയൊക്കെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അമേരിക്കയിൽ ഹിതപരിശോധന വരികയാണ് സർക്കാരുമായി ബന്ധപ്പെട്ട്. അവിടെ സർക്കാരിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലാണ് ഈ യുദ്ധം പോകുന്നത് എന്നത് വ്യക്തമാണ്. അമേരിക്കയ്ക്ക് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. അവിടെയാണ് ഇസ്രായേലിൻ്റെ പ്രകോപനം പലപ്പോഴും ഈ യുദ്ധത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുചെന്നെത്തിക്കുന്നത്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ലെബനനിലേക്ക് തുടരെ ആക്രമണം ഉണ്ടായത്. അവിടെ ഈ ഹിസ്ബുള്ളയെ ആക്രമിക്കുക എന്നതായ തന്നെയാണ് ഇസ്രായേലിൻ്റെ തീരുമാനം. അത് തുടർച്ചയായി ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട നേതാക്കളെ വകവരുത്തുക, അത് ലക്ഷ്യം വെച്ച് ലെബനിലേക്ക് തുടർച്ചയായി ആക്രമണം നടത്തുന്നു. ഇറാനെ സംബന്ധിച്ച് അവരുടെ സഖ്യരാജ്യമാണ് ലെബനൻ. ലെബനിലേക്കും ഒക്കെ തന്നെ ഇങ്ങനെ ആക്രമണം ഉണ്ടാകുമ്പോൾ ഇറാൻ ഇടപെടാറുണ്ട്. കഴിഞ്ഞ തവണയും ഈ ചർച്ചകൾക്കിടയിൽ ഇറാൻ പ്രധാനമായി ഒന്നാമത്തെ ആവശ്യമായി, നേരത്തെ ആണവ നിരായുധീകരണമായിരുന്നു ആദ്യത്തെയൊക്കെ ചർച്ചയെങ്കിൽ, പിന്നീട് ഇറാൻ മുന്നോട്ട് വെച്ച ഒന്നാമത്തെ കാര്യം ലെബനനെ ആക്രമിക്കരുത്, ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് ആക്രമണം ഉണ്ടാകുന്നു, അത് ഒഴിവാക്കണമെന്നതാണ്. പക്ഷേ അതെല്ലാം ലംഘിച്ചുകൊണ്ട് ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് പ്രകോപനപരമായ നീക്കമുണ്ടായിരിക്കുന്നു. അതിന് തിരിച്ചടിയെന്നോണമെന്നാണ് ഇപ്പോൾ 10 ബാലിസ്റ്റിക് മിസൈലുകൾ ഉൾപ്പെടെ ഇസ്രായേലിലേക്ക് തിരിച്ചയച്ചുകൊണ്ട് ഇറാൻ്റെ തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന ഒരു നില തന്നെയാണ്. കാരണം മാസങ്ങൾക്ക് ശേഷം ഈ വെടിനിർത്തൽ കരാർ വരുന്നു. അതിനുശേഷം വെടിനിർത്തൽ കരാർ നീട്ടുന്നതിന് വേണ്ടിയുള്ള ചർച്ചകൾ നടക്കുന്നു. ഒരുപക്ഷെ സമാധാനത്തിലേക്ക് കാര്യങ്ങളെത്തും. ട്രംപ് തന്നെ പല കുറി പറഞ്ഞു സമാധാനത്തിൻ്റെ കരാറിലേക്ക് പോവുകയാണ്. ചില കാര്യങ്ങളിൽ മാത്രമാണ് ചില അവ്യക്തതകൾ അവശേഷിക്കുന്നത്. അതുകൂടി പൂർത്തിയായാൽ ഈ കരാർ യാഥാർത്ഥ്യമാകുമെന്ന് അമേരിക്ക തന്നെ ആവർത്തിച്ച് പറയുന്ന സാഹചര്യമുണ്ടായിരുന്നു. അവിടെ നിന്നാണ് കാര്യങ്ങളെല്ലാം തകിടം മറിയുന്നത്. കാര്യങ്ങൾ തകിടം മറിഞ്ഞിരിക്കുകയാണ്, സംശയമില്ല വിനോദ്. കാരണം പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ലെബനിലേക്കുള്ള ഇസ്രായേലിന്റെ ആക്രമണമാണ്. അത് തുടർച്ചയായി സംഭവിക്കുന്നുണ്ട്. അത് വെടിനിർത്തൽ കരാർ ലംഘനമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ലെബനുമായി ബന്ധപ്പെട്ടുള്ള വെടിനിർത്തൽ കരാറും കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ലെബനിലെ കേന്ദ്രങ്ങൾ ആക്രമിക്കില്ല, പക്ഷേ അത് ലംഘിച്ചുകൊണ്ട് ഇസ്രായേൽ തുടർച്ചയായി ലെബനിൽ ആക്രമണം നടത്തുന്നു. നിരവധി ആളുകൾ കൊല്ലപ്പെടുന്ന പശ്ചാത്തലമുണ്ടാകുന്നു. ഹിസ്ബുള്ള കേന്ദ്രങ്ങളാണ് എന്ന് പറയുമ്പോഴും സാധാരണ മേഖലകളൊക്കെ ആക്രമിക്കപ്പെടുന്ന സാഹചര്യമാണ് ഇറാനെ പ്രകോപിപ്പിച്ചിരിക്കുന്നത്, സംശയമില്ല. അതായത് ലോകരാജ്യങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും കേൾക്കാതെ, പ്രത്യേകിച്ച് അമേരിക്ക പറയുന്നത് കേൾക്കാതെ വീണ്ടും ഒരു യുദ്ധത്തിൽ തയ്യാറെടുക്കാൻ ഒരുങ്ങുകയാണ് ഇസ്രായേൽ എന്ന് വേണം കരുതാൻ. നേരത്തെ ഞാൻ പറഞ്ഞതാണ്, അമേരിക്കയുടെ അഭിപ്രായം തിരിച്ചടിക്കരുത് എന്ന ട്രംപിൻ്റെ അഭിപ്രായം ഒരു കാരണവശാലും ബെഞ്ചമിൻ നെതന്യാഹു കേൾക്കാനിടയില്ല. തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. തീർച്ചയായും അവരുടെ ക്യാബിനറ്റിൽ നിന്ന് തന്നെ ഉയർന്നു വന്ന അഭിപ്രായം ഇറാനെ ഇന്ന് രാത്രി കൊണ്ട് തീർക്കണം, ഇന്ന് കത്തിക്കണം എന്നൊരു അഭിപ്രായമാണ് ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. അവിടെയാണ് അമേരിക്ക ഈ സംയമനത്തിൻ്റെ ഒരു പാത സ്വീകരിക്കുന്നത്. പക്ഷേ അത് എത്ര കണ്ട് വിജയിക്കുമെന്നത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. കാരണം വൈറ്റ് ഹൗസ് തന്നെ ഇപ്പോൾ അമേരിക്കൻ സേനാ വിഭാഗങ്ങൾക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശം ഏത് സാഹചര്യവും നേരിടാൻ തയ്യാറാകണം, യുദ്ധം അവരും മുന്നിൽ കാണുന്നു എന്നത് തന്നെയാണ്. ഒരുപക്ഷേ ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് കൂടുതൽ ലെബനിലേക്ക് തിരിച്ചടി ഉണ്ടായാൽ, അല്ലെങ്കിൽ ഇറാനിലേക്ക് തന്നെ അവരുടെ ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന നിലയുണ്ടാകും.
ആ തരത്തിൽ രൂക്ഷമായ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ മാറുന്ന ഒരു നിലയുണ്ടാകും. ഇതിപ്പോൾ നെതന്യാഹുവിൻ്റെ നിലപാടുകൾക്കപ്പുറത്തേക്ക് ഒരു നിലപാടിലേക്ക് പോകാൻ അമേരിക്കയ്ക്ക് കഴിയാത്തൊരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് ട്രംപിന് കഴിയാത്തൊരു സാഹചര്യമുണ്ട്. അത് അമേരിക്കയിൽ ഉണ്ടാക്കുന്ന അസ്വസ്ഥത ചെറുതല്ല. കാരണം എന്തിനു വേണ്ടി അമേരിക്ക ഈ യുദ്ധത്തിന് ചാടിപ്പുറപ്പെട്ടു എന്ന ചോദ്യം അമേരിക്കയിൽ വലിയൊരു വിഭാഗം ജനങ്ങൾ ചോദിക്കുന്നുണ്ട്. അത് അവരെ സംബന്ധിച്ച് അവരുടെ രാജ്യത്തിന് സാമ്പത്തികമായി വലിയ ബാധ്യത ഉണ്ടാക്കുന്ന ഒരു കാര്യമായി ഈ യുദ്ധം മാറിയിരിക്കുന്നു. ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട കാരണത്തിന് വേണ്ടി അമേരിക്ക യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെട്ടതല്ല എന്നൊരു വികാരം അവിടുത്തെ ജനങ്ങളിൽ വലിയൊരു വിഭാഗം പങ്കുവയ്ക്കുന്നുണ്ട്. ഇറാൻ്റെ സൈനിക ശേഷി സംബന്ധിച്ച് ഇസ്രായേൽ മൊസാദ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ നടത്തിയ അവരുടെ വിലയിരുത്തൽ അതെല്ലാം പാളി എന്നുള്ളതാണ് ഈ യുദ്ധത്തിൻ്റെ ആത്യന്തികമായി ഉള്ള ഒരു ചിത്രമായി പുറത്തു വരുന്നത്. കാരണം ആഴ്ചകൾ കൊണ്ട് ഈ യുദ്ധം അവസാനിപ്പിക്കുമെന്നായിരുന്നു ട്രംപിൻ്റെ ആദ്യത്തെ അവകാശവാദം. 4 ആഴ്ച കൊണ്ട്, അതായത് 1 മാസം കൊണ്ട് ഈ യുദ്ധം അവസാനിപ്പിക്കും, ഇറാൻ ഇല്ലാതാക്കും, അവരുടെ ആണവ നിർവ്യാപനം എന്ന ലക്ഷ്യത്തിലേക്ക് എത്തും, അല്ലെങ്കിൽ അണ്വായുധമാകാൻ ഇറാനെ അനുവദിക്കില്ല എന്ന അമേരിക്കയുടെ പ്രഖ്യാപിത നിലപാടിലേക്ക് ഇസ്രായേലിൻ്റെ ഭീഷണി ഒഴിവാക്കുന്നതിന് വേണ്ടി, ഇസ്രായേൽ നേരിടുന്ന ഭീഷണി ഒഴിവാക്കുന്നതിന് വേണ്ടി ഇറാനെ അങ്ങനെ തീർക്കും എന്ന് പ്രഖ്യാപിച്ചിറങ്ങിയ യുദ്ധമാണ്. ഇപ്പോൾ 10 ബാലിസ്റ്റിക് മിസൈലുകൾ കൂടി ഈ മാസങ്ങൾ പിന്നിട്ടിട്ടും ഇസ്രായേലിലേക്ക് അയക്കുന്ന തരത്തിലുള്ള സൈനിക ശേഷിയായി ഇറാൻ അവശേഷിക്കുന്നത്. അവിടെ അമേരിക്കയ്ക്കോ ഇസ്രായേലിനെയോ ഇതുവരെ ഇറാനെ ആ തരത്തിൽ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നത് തന്നെയാണ് ഇവിടെ ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം. മാത്രമല്ല, അവിടെ നിന്നുള്ള നാവിക ഉപരോധം, ഇറാനിൽ നിന്നുള്ള എണ്ണ കയറ്റുമതി വലിയ തോതിൽ തടയുന്ന നിലയുണ്ടായി. അവിടെ ഗാർഗ് ദ്വീപിൽ എണ്ണ ഉൽപ്പാദനം നിർത്താൻ കഴിയാതെ ഏറ്റവും ഒടുവിൽ ഇറാൻ അവിടെ കടലിൽ ഇന്ധനം ഒഴുക്കുന്നു എന്ന തരത്തിലുള്ള ചിത്രങ്ങൾ ഉൾപ്പെടെ, ഉപഗ്രഹ ചിത്രങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിരുന്നു. അതായത് അവർക്ക് എണ്ണ കയറ്റുമതി ചെയ്യാൻ കഴിയുന്നില്ല, ആ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന എണ്ണ കടലിൽ ഒഴുക്കുന്നു, അവർക്ക് സാമ്പത്തിക ഉപരോധം വരുത്തുന്നു. ഏറ്റവും ഒടുവിൽ $2400 കോടി സാമ്പത്തിക ഉപരോധം ഏറ്റവും ഒടുവിൽ വരുത്തുന്നു. അങ്ങനെ സാമ്പത്തികമായും അവരുടെ വ്യാവസായികമായും ഇറാനെ ഞെരുക്കുന്നു, അവരുടെ ആണവ ശേഷി ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു, അവരുടെ ആയുധ ശേഷി ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ ഇപ്പോഴും ഏറ്റവും ഒടുവിൽ 10 ബാലിസ്റ്റിക് മിസൈലുകൾ കൂടി ഇസ്രായേലിലേക്ക് ഇറാൻ അയച്ചിരിക്കുന്നു. അത് വലിയ നാശനഷ്ടം ഇസ്രായേലിനുണ്ടാക്കി എന്ന തരത്തിലുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നു. പക്ഷേ തങ്ങളത് പ്രതിരോധിച്ചു എന്ന അവകാശവാദമാണ് ഇസ്രായേൽ മുന്നോട്ട് വയ്ക്കുന്നത്. എന്നാൽ ജനങ്ങളോട്, പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം തന്നെ ജനങ്ങളോട് ഈ ഭൂഗർഭ നിലയങ്ങളിലേക്കൊക്കെ തന്നെ മാറാൻ അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള അറകളിലേക്ക് മാറാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സുരക്ഷിതമായ കേന്ദ്രങ്ങളിലേക്ക് ജനങ്ങൾ മാറണമെന്ന സാഹചര്യം നിലനിൽക്കുമ്പോൾ അങ്ങനെ ഒരു നിർദ്ദേശമാണ് ഇസ്രായേൽ അവരുടെ ജനങ്ങൾക്ക് നൽകുന്നത്. മാത്രമല്ല, തുടർച്ചയായി മുന്നറിയിപ്പുകൾ ഇസ്രായേൽ ഉടനീളം ഉണ്ടാകുന്നു. ഇന്നലെ രാത്രിയൊക്കെ നമ്മൾ മലയാളികളുമായി സംസാരിക്കുമ്പോൾ സൈറനുകൾ മുഴങ്ങുന്നു തുടർച്ചയായി എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതായത് വീണ്ടും ഒരു ആക്രമണം, ഒരുപാട് നാളുകളായി ഇസ്രായേലിലേക്ക് ഇറാൻ്റെ മിസൈലുകൾ എത്തിയിട്ട്, നേരത്തെ യുദ്ധം തുടങ്ങിയ സമയത്ത് 4 മാസം മുൻപ്, ഇന്നലെയാണല്ലോ 100 ദിവസം തികഞ്ഞത്, 4 മാസം മുമ്പ് കൂടുതൽ മിസൈലുകൾ ഇറാൻ്റെ പല ഭാഗങ്ങളിലെത്തുകയും ഇസ്രായേലിൻ്റെ പല ഭാഗങ്ങളിലെത്തുകയും വലിയ നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും മറ്റും ചെയ്തിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ പുതിയ നീക്കവുമായി ഇറാൻ വരുന്നത്. അതും ഹിസ്ബുള്ളയെ അടിച്ചതിൻ്റെ പകരമായി നടക്കുന്നു എന്നാണ്. ഒപ്പം വിനോദ മറ്റു ചില വിവരങ്ങളൊക്കെ പുറത്തു വരുന്നത് ഇറാഖിൻ്റെ വ്യോമപാത അടച്ചിരിക്കുന്നു 72 മണിക്കൂറിലേക്ക് എന്നുള്ളതാണ്. ഒപ്പം അമേരിക്കയുടെ ബേസുകൾ, അതായത് കുവൈറ്റിലും ബഹ്റിനിലും ഗൾഫ് രാജ്യങ്ങളിലും മറ്റുള്ള ബേസുകൾക്ക് സുരക്ഷിതത്വം വർദ്ധിപ്പിച്ചിരിക്കുന്നു. കൂടുതൽ ജാഗ്രതയോടെ മുന്നോട്ട് പോകണമെന്ന് ഗൾഫ് രാജ്യങ്ങൾക്ക് അമേരിക്കയുടെ മുന്നറിയിപ്പും സംഭവിക്കുന്നു. ഇറാൻ്റെ രീതി വെച്ചിട്ട് അടുത്ത അടി ഒരുപക്ഷെ ഈ ഗൾഫ് രാജ്യങ്ങളിലേക്കായിരിക്കാം. ബഹ്റിനിലേക്കും UAE-യും കുവൈറ്റും ഒക്കെ അവിടെ ലക്ഷ്യമാണ്. അവിടെയും സമാധാനം നഷ്ടപ്പെടുന്ന പശ്ചാത്തലം ഒരുങ്ങും. രജിത്ത്, അങ്ങനെ തന്നെയാണ്. കാരണം എപ്പോഴാണോ അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് പ്രകോപനം ഉണ്ടാകുന്നത്, അവർക്ക് ഇറാന് നേരെ ഒരു ആക്രമണം ഉണ്ടാകുന്നത്, അപ്പോഴെല്ലാം തന്നെ അവർ തിരിച്ചടിക്കുന്നത് ഗൾഫ് മേഖലയിൽ അമേരിക്കയ്ക്ക് സൈനിക താവളം ഒരുക്കിയിട്ടുള്ള രാജ്യങ്ങൾക്ക് നേർക്കാണ്. ആ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചാണ്. അങ്ങനെ ഇന്ത്യക്കാർ ഉൾപ്പെടെ കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. നമ്മൾ നേരത്തെ ഈ സംഘർഷം മൂർച്ഛിക്കുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ 5 ഇന്ത്യക്കാർ ഉൾപ്പെടെ അവിടെ മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. രജിത്ത് പറഞ്ഞതുപോലെ തന്നെ സൗദിയുണ്ട്, ബഹ്റൈനുണ്ട്, UAE ഉണ്ട്, ഖത്തർ, കുവൈറ്റ്, അങ്ങനെ വിവിധ രാജ്യങ്ങൾ, ഒമാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് നേരെ ഇറാൻ്റെ ആക്രമണം ഉണ്ടാകുന്നു. അവിടെ അവർ ഏതെങ്കിലും ഒരു വേർതിരിവ് കാണിക്കുന്നില്ല. മറിച്ച് അമേരിക്കയ്ക്ക് അവിടെ സൈനിക താവളം ഒരുക്കിയിട്ടുള്ള, അവിടെ സൈനികരെ പ്രവേശിപ്പിച്ചിട്ടുള്ള ആ മേഖലകളിലൊക്കെ തന്നെ ആക്രമണം നടത്തുന്നു. അതിനപ്പുറത്തേക്കാണ് വിമാനത്താവളങ്ങൾ ഉൾപ്പെടെ ആക്രമിക്കുന്നത്. ദിവസങ്ങൾക്ക് മുൻപാണ് കുവൈറ്റിൽ വിമാനത്താവളത്തിന് നേരെ ആക്രമണം ഉണ്ടായത്. അങ്ങനെ സിവിലിയൻസിനെയും വെറുതെ വിടുന്നില്ല. പലപ്പോഴും സിവിലിയൻസ് താമസിക്കുന്ന മേഖലകളിലേക്ക് കൂടി ഈ ആക്രമണം വ്യാപിക്കുന്നു.
ഒരു പക്ഷേ ഇത് യുദ്ധത്തിലേക്ക് കടന്നാൽ, രൂക്ഷമായ യുദ്ധത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ അതുണ്ടാക്കുന്ന ആൾനാശവും ചെറുതായിരിക്കില്ല. അങ്ങനെ ഒരു വലിയ പ്രകോപനത്തിലേക്ക് കാര്യങ്ങൾ എത്തുമോ ആ തരത്തിൽ തന്നെയാണ് ഇപ്പോഴത്തെ സാഹചര്യം നിലനിൽക്കുന്നത്. അവിടെയാണ് മധ്യസ്ഥ രാജ്യങ്ങളുടെ ഇടപെടൽ ഏറ്റവും നിർണായകമാകുന്നത്. എണ്ണവില ഇപ്പോൾ ഉയരുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ $84 വരെ ബാരലിനായത് ഇപ്പോൾ ഉയരുകയാണ്. രഞ്ജിത്ത്, നമുക്കറിയാം നമ്മുടെ രാജ്യത്തും ഈ യുദ്ധത്തിൻ്റെ കെടുതികൾ അനുഭവിക്കുകയാണ്. അതിൻ്റെ പ്രതിഫലനമുണ്ട്. 2 തവണയായി പാചകവാതക സിലിണ്ടർ, അത് ഗാർഹിക ആവശ്യത്തിനുള്ളതിനും അതോടൊപ്പം തന്നെ വ്യാവസായിക ആവശ്യത്തിനുള്ള സിലിണ്ടറിന് വില വർദ്ധിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ, അത് നമ്മുടെ ജനങ്ങൾക്ക് മേൽ വരുന്നൊരു ഭാരമാണ്. നമ്മുടെ രാജ്യത്തെ എണ്ണ കമ്പനികൾ ഈ ഒരു സാഹചര്യം തന്നെയാണ് ചൂണ്ടിക്കാട്ടുന്നത്. അങ്ങനെ ഇന്ത്യയെയും മറ്റ് രാജ്യങ്ങളെയും ഒക്കെ തന്നെ ബാധിക്കുന്ന തരത്തിലേക്ക് ഈ യുദ്ധം മാറുന്നു എന്നത് വളരെ വസ്തുതാപരമായ ഒരു കാര്യം തന്നെയാണ്. അവിടെയാണ് കൂടുതൽ ആശങ്ക ഉണ്ടാകുന്നത്. ഒരുപക്ഷെ മലയാളികൾ ഉൾപ്പെടെ, ഇന്ത്യക്കാരുൾപ്പെടെ നിരവധി ആളുകൾ തൊഴിൽ ചെയ്യുന്ന മേഖലയാണ് ഗൾഫ് രാജ്യങ്ങൾ. അവിടെ ധാരാളം മലയാളികളുണ്ട്, ഇന്ത്യക്കാരുണ്ട്. അവരുടെയൊക്കെ തന്നെ ജീവൻ, സ്വത്ത്, ഇതിനൊക്കെ തന്നെ വലിയ വില നമ്മൾ കൽപ്പിക്കേണ്ടതുണ്ട്. നമ്മുടെ രാജ്യത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകേണ്ടതുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ വലിയ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. യുദ്ധം വിനോദാണ് വിവരങ്ങൾ പങ്കുവെക്കുന്നത്. ഏതായാലും വീണ്ടും ഇറാന്റെ ആക്രമണം ഇസ്രായേലിലേക്ക് ഉണ്ടാകുന്നു. അത് തുടരുമെന്ന സൂചനകൾ പുറത്തു വരുന്നു. യുദ്ധഭീതി അവിടെയുണ്ട്. പശ്ചിമേഷ്യയിൽ ജാഗ്രതാ നിർദ്ദേശം അമേരിക്ക പുറപ്പെടുവിച്ചിരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് പുറത്തു വരുന്നത്. വി വിനോദാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവച്ചത്. മറ്റൊരു വാർത്ത, ഇന്ന് ഇന്ത്യ സഖ്യത്തിൻ്റെ പരമപ്രധാനമായ ഒരു യോഗം ചേർന്നിട്ടുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഒക്കെ വലിയ തിരിച്ചടി നേരിട്ടതിന് ശേഷം ഇന്ത്യ സഖ്യം യോഗം ചേർന്നിരുന്നില്ല. ഈ കാലയളവിൽ ഒരുപാട് അഭിപ്രായ ഭിന്നതകൾ സഖ്യത്തിലുണ്ടായി. DMK ഏതാണ്ട് സഖ്യം വിട്ട മട്ടാണ്. അതേസമയം ബംഗാളിൽ വലിയ പരാജയം സംഭവിച്ച മമതാ ബാനർജി സഖ്യത്തിലേക്ക് തിരിച്ചു വരികയാണ്. ശരത് പവാറിനും അഭിപ്രായ ഭിന്നതയുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഏതായാലും 23ഓളം പാർട്ടികൾ യോഗത്തിൽ പങ്കെടുക്കും എന്നാണ് ഇന്നലെ വ്യക്തമാക്കിയത് മല്ലികാർജുൻ ഖാർഗെ. കാത്തിരുന്ന് കാണാം. ഒപ്പം CPM-ന്റെയും JMM-ന്റെയും എതിർപ്പ് കൂടി കോൺഗ്രസ് പരിഗണിക്കേണ്ടി വരും പല കാര്യങ്ങളിലും എന്നാണ്. മനു ഭാരത് വിവരങ്ങളുമായി ചേരും. മനു, നിരവധി അഭിപ്രായ ഭിന്നതകളുണ്ട്, സംശയമില്ല. അത്ര ഒരു കൂട്ട് നന്നായി മുന്നോട്ട് പോകുന്ന ഒരു സഖ്യമായി കാണാൻ സാധിക്കില്ല. പാർട്ടികൾ പല തട്ടിലാണ്. ഇതിനിടയിലാണ് ഈ യോഗം എന്നാണല്ലോ പ്രധാനം. രഞ്ജിത്ത്, ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം BJP വലിയൊരു ആക്ഷേപം അവർക്കെതിരെ ഉണ്ടായിരുന്നത് ഇന്ത്യ സഖ്യം ഇപ്പോൾ കടലാസിൽ മാത്രം ഉള്ള ഒരു മുന്നണിയാണ്. അങ്ങനെ ഒരു മുന്നണി ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇല്ല എന്നൊരാക്ഷേപം BJP വലിയ തോതിൽ അതിന് പ്രചരണം നൽകുന്ന ഘട്ടത്തിൽ കൂടിയാണ് ഇന്ത്യ മുന്നണിയുടെ യോഗം ചേരുന്നത്. 23 കക്ഷികൾ യോഗത്തിൽ പങ്കെടുക്കും എന്നാണ് ജയറാം രമേശ് അറിയിക്കുന്നത്. പക്ഷേ ഏതായാലും DMK ഇനി കോൺഗ്രസുമായി ബന്ധപ്പെട്ട ഒരു സഖ്യത്തിനില്ല എന്ന് വ്യക്തമാക്കുന്നു. പ്രത്യേകിച്ച് ഈ തമിഴ്നാട്ടിലെ TVK-യുമായി ചേർന്ന് അവർ ഒരു സർക്കാർ രൂപീകരിച്ച ഒരു സാഹചര്യത്തിൽ ഇനി അവരെ വഞ്ചകർ എന്ന് വിളിച്ചുകൊണ്ട് ഇനി അവരുമായി ഒരു കൂട്ടുകെട്ടിനില്ല എന്ന് DMK വ്യക്തമാക്കി കഴിഞ്ഞു. ആം ആദ്മി പാർട്ടി നേരത്തെ തന്നെ അവരുമായുള്ള ബന്ധം ഒഴിവാക്കുന്നു എന്ന നിലപാട് സ്വീകരിക്കുകയാണ്. അതോടൊപ്പം തന്നെ JMM രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ ഏകപക്ഷീയമായി അവിടെ രാജ്യസഭാ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതിൻ്റെ ഭാഗമായി അവരിലും വലിയ അതൃപ്തിയുണ്ട്. CPM-നെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ഗാന്ധി തന്നെ CPM-നെ കേരളത്തിൽ വന്ന് വലിയ തോതിൽ ആക്രമിച്ചതിൻ്റെ ഒരു പരാതിയുണ്ട്. അതായത് CPM-ഉം BJP-യും തമ്മിലൊരു രഹസ്യ ബാന്ധവമുണ്ട് എന്ന് രാഹുൽ ഗാന്ധി തന്നെ കേരളം മുഴുവൻ പറഞ്ഞു നടന്ന ഒരു സാഹചര്യമുണ്ട്. അതിന് ഒരു വിശദീകരണം വേണം എന്ന നിലപാട് MA ബേബിക്കുണ്ട്. അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടൊരു കത്ത് മല്ലികാർജുൻ ഖർഗെക്ക് നേരത്തെ അയച്ചു എന്നാണ് വ്യക്തമാകുന്നത്. ഏതായാലും ജോൺ ബ്രിട്ടാസ് MP ആയിരിക്കും ഇന്ന് പങ്കെടുക്കുക CPM-നെ വേണ്ടി. അതുപോലെ തന്നെ D രാജ CPI-ക്ക് വേണ്ടിയും പങ്കെടുക്കുക. ഏതായാലും ഈ മുന്നണിക്കകത്ത് പലതരത്തിലുള്ള അസ്വാരസ്യങ്ങളും അപശബ്ദങ്ങളും ഉയരുന്നു എന്നതാണ്. പക്ഷേ ഇവിടെ കോൺഗ്രസ് ഒരു കാര്യം പറയുന്നു, ഇതൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും ഐക്യത്തോടു കൂടി ഇന്ത്യ മുന്നണിക്ക് ഒന്നിച്ചു നിൽക്കാൻ കഴിയും. അത് തെളിയിക്കൽ കൂടിയാണ് ഈ യോഗത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നു. ഇന്ത്യ ജൻ ഗഠ്ബന്ധൻ അല്ലെങ്കിൽ ജൻബന്ധൻ എന്ന തരത്തിൽ ഇതിനെ റീബ്രാൻഡ് ചെയ്ത് ഈ മുന്നണിയെ ഒന്ന് റീബ്രാൻഡ് ചെയ്യാനുള്ളൊരു ശ്രമം കൂടി നടക്കുന്നുണ്ട്. ഒരു ജനകീയ മുഖം മുന്നണിക്ക് നൽകുക, അല്ലെങ്കിൽ ജനകീയ പേര് നൽകുക എന്നൊക്കെയുള്ള ഒരു പദ്ധതിയുണ്ട്. 2029 തെരഞ്ഞെടുപ്പ് വലിയ ഒരു പ്രതിസന്ധിയാണ് ഇന്ത്യ മുന്നണിക്കുള്ളത്. അപ്പോൾ സംയുക്തമായി അതിനെ നേരിടുക എന്നത് അവരൊരു വലിയ ലക്ഷ്യമാക്കി വയ്ക്കുന്നു. BJP തുടർച്ചയായി 4ാം തവണയും മോദി സർക്കാർ അധികാരത്തിൽ വരിക അല്ലെങ്കിൽ BJP വരിക എന്ന ഒരു സാഹചര്യം ഒഴിവാക്കാനുള്ള തീവ്ര ചർച്ചകൾ കോൺഗ്രസ് നടത്തുന്നു. അത് ഏത് തരത്തിലൊക്കെ പ്രതിഫലിക്കും എന്നത് ഇപ്പോൾ ഇന്നത്തെ യോഗത്തിന് ശേഷം നമുക്ക് മനസ്സിലാകും. കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബ്ബിൽ ഏതാണ്ട് ഉച്ചയോടുകൂടി യോഗം ആരംഭിക്കും എന്നാണ് മനസ്സിലാകുന്നത്. രഞ്ജിത്ത്.
ഏതായാലും ഇന്ത്യ സഖ്യത്തിൻ്റെ നിർണായകമായ യോഗമാണ്. ഏതൊക്കെ പാർട്ടികൾ ഏതൊക്കെ നിലപാടുകൾ സ്വീകരിക്കും, മറ്റൊന്ന് ആരൊക്കെ പങ്കെടുക്കും എന്ന കാര്യത്തിലും ഒരു വ്യക്തത വരേണ്ടതുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പരാജയ കാരണങ്ങൾ സംബന്ധിച്ച അവലോകന റിപ്പോർട്ട് തയ്യാറാക്കാൻ ചേരുന്ന CPM സംസ്ഥാന സമിതി യോഗം ഇന്ന് അവസാനിക്കും. ഏരിയ തലം വരെയുള്ള ചർച്ചകൾക്ക് ശേഷം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ക്രോഡീകരിച്ച റിപ്പോർട്ടിനാണ് ചർച്ചകൾക്ക് ശേഷം സംസ്ഥാന സമിതി അംഗീകാരം നൽകുക. 10 വർഷത്തെ തുടർഭരണം ജനങ്ങളിൽ പാർട്ടിക്കെതിരായ വികാരമുണ്ടാക്കിയെന്ന് റിപ്പോർട്ട് വിലയിരുത്തുന്നുണ്ട്. പരാജയത്തിന് സംസ്ഥാന നേതൃത്വത്തിന് കൂട്ടായ ഉത്തരവാദിത്തമുണ്ട് എന്നും 2016-ലും 2021-ലും അധികമായി ലഭിച്ച ക്രൈസ്തവ മുസ്ലിം വോട്ടുകൾ ഇത്തവണ എത്താത്തതും പരാജയത്തിന് കാരണമായി എന്ന് പറയുന്നു. നേതൃത്വത്തിന്റെ സ്വയം തിരുത്തലിനൊപ്പം സംഘടനാപരമായ തിരുത്തലുകളും CPM നിർദ്ദേശിക്കും. സാരംഗ് സുധാകരൻ വിവരങ്ങൾ പങ്കുവെക്കും. സാരംഗ്, വലിയ വിമർശനം, സ്വയം വിമർശനാത്മകമായ ഒരു യോഗമാണ് ഇന്നലെ പുരോഗമിച്ചത്. അതിൽ വെള്ളാപ്പള്ളി നടേശനെ പിന്തുണച്ചതും അയ്യപ്പ സംഗമം നടത്തിയതിലെ വീഴ്ചയും ഒക്കെ ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്തൊക്കെയാണ് മനസ്സിലാക്കേണ്ടത്? രഞ്ജിത്ത്, തീർച്ചയായും. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തിരിച്ചടിക്ക് ശേഷം ഒരു സംഘടനാപരമായ രീതിയിലുള്ള തെറ്റുകൾ CPM വിലയിരുത്താൻ വേണ്ടിയായിരുന്നു ഏരിയ കമ്മിറ്റികൾ മുതൽ മുകളിലേക്കുള്ള എല്ലാ ഘടകങ്ങളിലെയും റിപ്പോർട്ടുകൾ തയ്യാറാക്കുവാനും അത് പരിശോധിച്ചുകൊണ്ട് സംസ്ഥാന കമ്മിറ്റിയിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ അടക്കമുള്ള രീതിയിലേക്ക് ഒരു തുറന്ന ചർച്ചയിലേക്ക് CPM എത്തിയത്. പക്ഷേ അതിൽ എത്രത്തോളം വിമർശനാത്മകമായിട്ടുള്ള കാര്യത്തിലേക്ക് കടക്കുമെന്നൊരു ചോദ്യം നിലനിന്നിരുന്നു. അതിനൊരു അവസാനത്തിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ആദ്യമായി തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ പ്രധാനമായും ഒരു വ്യക്തിയിലേക്ക് ചുരുങ്ങേണ്ടതില്ല, അല്ലെങ്കിൽ ഒരു വ്യക്തി കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു തോൽവിയല്ല. അതിന് പകരം സംഘടനാപരമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു കൂട്ട ഉത്തരവാദിത്തം പാർട്ടിക്ക് ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല ഈ ഒരു പല വോട്ടുകളും, അതായത് മുസ്ലിം ക്രിസ്ത്യൻ വോട്ടുകളിൽ അടക്കം ഭൂരിപക്ഷം അല്ലെങ്കിൽ ആ ഒരു വോട്ടുകൾ പാർട്ടിയിലേക്ക് എത്തിയില്ല എന്നടക്കമുള്ള പല കണ്ടെത്തലുകളും ഈ റിപ്പോർട്ടിൽ ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനൊപ്പം തന്നെ രഞ്ജിത്ത് സൂചിപ്പിച്ച പോലെ തന്നെ ഈ വെള്ളാപ്പള്ളി നടേശൻ്റെ അടക്കമുള്ള പല വർഗീയ പരാമർശങ്ങളും വലിയ രീതിയിൽ ചർച്ചയായ സമയത്ത് അത് തള്ളിപ്പറയാൻ പാർട്ടി നേതൃത്വം അല്ലെങ്കിൽ ഭരണ രംഗത്തുണ്ടായിരുന്നവർ തയ്യാറായില്ല. അത് വലിയ രീതിയിൽ ജനങ്ങൾക്കിടയിൽ അമർഷമുണ്ടായിരുന്നു. അതും ഒപ്പം തന്നെ അതായത് ഈ ഒരു 10 വർഷത്തോളം പാർട്ടി ഭരണത്തിലായിരുന്നു. അതിൽ ഒരു എതിർപ്പ് ജനങ്ങൾക്കിടയിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്നു. പക്ഷേ അതിന് അടക്കം കാരണമായി പറയുന്നത് ഭരണ സംവിധാനങ്ങൾക്കെതിരെ അല്ലെങ്കിൽ ഈ ഒരു ഇത്രയും കാലം ഉണ്ടായിരുന്നൊരു ഭരണത്തിനെതിരെ പല കുപ്രചരണങ്ങളും പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും മറ്റും ഉണ്ടായിട്ടുണ്ട്. അത് ജനങ്ങളിലേക്ക് എത്തി. അതാണ് ഈ ഒരു വലിയൊരു തോൽവിക്ക് കാരണം എന്നാണ് ഈ ഒരു റിപ്പോർട്ടിൽ പ്രധാനമായും പരാമർശിക്കുന്നത്. എന്തുതന്നെയായാലും ഇന്നും ചർച്ച തുടരും ഈ റിപ്പോർട്ടിന്മേൽ. അതായത് കൂട്ടുത്തരവാദിത്തമാണെന്ന് പറയുമ്പോൾ പോലും ഒരു പൊതുവികാരം എന്താണെന്ന് പാർട്ടി എത്രത്തോളം മനസ്സിലാക്കുമെന്ന് ഇന്നത്തെ ഒരു ചർച്ചയിലും കൂടി ഈ ഒരു കാര്യം വിലയിരുത്തുമ്പോൾ കൂടുതൽ വ്യക്തമാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തുതന്നെയായാലും ചില ഏരിയ കമ്മിറ്റികൾ ചേരാത്തതും പല ഘടകങ്ങളിൽ നിന്നും റിപ്പോർട്ട് കൃത്യമായി മുകളിലേക്ക് എത്താത്തതടക്കം പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനൊപ്പം തന്നെ ഈ ഒരു വെള്ളാപ്പള്ളി നടേശനുമായി ബന്ധപ്പെട്ട വിഷയവും ഒപ്പം മറ്റു കാര്യങ്ങളിലേക്കടക്കം പല വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ട്. ഒപ്പം തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥിത്വത്തിലെ അടക്കം കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അത് കൂടുതൽ ഗൗരവമായി എടുക്കേണ്ട ഒരു വിഷയമായിരുന്നു എന്നൊരു വിമർശനം ഉയർന്നിട്ടുണ്ട്. പക്ഷേ അപ്പോൾ പോലും പേരെടുത്ത് പറയാതെയാണ് ഈ ഒരു കാര്യം വിമർശിച്ചിരിക്കുന്നത്. ഒപ്പം കണ്ണൂരിലെ കനത്ത തോൽവി വലിയ രീതിയിൽ പാർട്ടിക്ക് കോട്ടം അല്ലെങ്കിൽ ഒരു വലിയ ദോഷം ചെയ്തിട്ടുണ്ട് എന്ന കാര്യം ശരിവെക്കുന്നുമുണ്ട്. പക്ഷേ അത് ഒരു വ്യക്തി കേന്ദ്രീതമായിട്ടുള്ളൊരു വിഷയമായിട്ടല്ല പാർട്ടി കാണുന്നത്. അതിനപ്പുറത്തേക്ക് മറ്റ് സാമുദായിക സമവാക്യങ്ങളിലടക്കം വന്ന മാറ്റം അത് കൃത്യമായ പ്രതിപക്ഷമടക്കം ഉപയോഗിക്കുകയും ചെയ്തു. അതാണ് തിരിച്ചടിക്ക് കാരണമെന്നാണ് ഇപ്പോൾ പാർട്ടി വിലയിരുത്തിയിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് സംഘടനാപരമായിട്ട് പല ഏരിയ കമ്മിറ്റികളും താഴെത്തട്ടിലടക്കം ഉയർന്ന പല വിമർശനങ്ങളും വലിയ ചർച്ചയായിരുന്നു. അത് എത്രത്തോളം സംസ്ഥാന കമ്മിറ്റി ചർച്ച ചെയ്യുമെന്ന കാര്യം ഇന്നുകൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. ഒപ്പം തന്നെ ഒരു പ്ലീനത്തിൻ്റെ ആവശ്യമുണ്ടോ അല്ലെങ്കിൽ ഒരു പുനഃസംഘടനയുടെ ആവശ്യമുണ്ടോ എന്ന കാര്യത്തിൽ ഇപ്പോൾ എടുത്തുചാടി ഒരു തീരുമാനം എടുക്കുന്നില്ല. അതിന് കേന്ദ്ര കമ്മിറ്റി ഒരു തീരുമാനം എടുക്കുമെന്നാണ്, അല്ലെങ്കിൽ അത്തരത്തിലൊരു സാവകാശം എടുത്തുകൊണ്ട് മാത്രമായിരിക്കും അതിലൊരു തീരുമാനമുണ്ടാവുക. നിലവിൽ അങ്ങനെ ഒരു തീരുമാനത്തിലേക്കോ അത്തരത്തിലൊരു ചർച്ചയിലേക്കോ കാര്യങ്ങൾ കടന്നിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തുതന്നെയായാലും ചർച്ച ഇന്നും തുടരും. അതിൽ കൂടുതൽ വിമർശനാത്മകമായ കാര്യങ്ങൾ ഉയർന്നു വരുമോ എന്ന കാര്യത്തിൽ പാർട്ടി അണികൾക്കിടയിലും ജനങ്ങൾക്കിടയിലും വലിയൊരു ആകാംക്ഷ നിലനിൽക്കുന്നുണ്ട്. അത് ഇന്നത്തെ ഒരു ചർച്ചയിൽ കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സാരംഗ് സുധാകരൻ വിവരങ്ങൾ പങ്കുവച്ചു. മറ്റൊരു വാർത്തയിലേക്ക് പോകണം. ഇനി നമുക്ക് മലയാളികൾക്ക് വലിയ അഭിമാനമാകുന്ന ഒരു പെൺകുട്ടിയുടെ സാഹസിക നിറഞ്ഞ ജീവിതയാത്രയെക്കുറിച്ചാണ്. പാലക്കാട് ജില്ലയിലെ ഭാരതപ്പുഴയുടെ തീരത്തുള്ള പട്ടാമ്പിയിലെ അതുല്യയെക്കുറിച്ച് സോഷ്യൽ മീഡിയ പരതുന്ന എല്ലാ മലയാളികൾക്കും വ്യക്തമായി അറിയാം. ലോകത്തിൻ്റെ സ്പന്ദനം നിലയ്ക്കാതിരിക്കാൻ അതുല്യയുടെ കരസ്പർശം വേണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് ആഴക്കടലിൻ്റെ ആഴങ്ങളിലേക്ക് നിഷ്പ്രയാസം നീന്തി ചെല്ലുന്ന ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ കമേഴ്ഷ്യൽ ഡൈവറാണ് KV അതുല്യ. നമ്മളോടൊപ്പം വൈകാതെ
ലൈവിൽ ചേരുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. അതിനു മുൻപ് അതുല്യയെക്കുറിച്ചുള്ള റിപ്പോർട്ട് കാണാം. പട്ടാമ്പിയിൽ കടലില്ല. ആകെയുള്ളത് പെരുമഴക്കാലത്ത് മാത്രം നിറഞ്ഞൊഴുകുന്ന ഭാരതപ്പുഴ മാത്രം. പട്ടാമ്പിക്കടുത്ത് മുതുമല ഗ്രാമത്തിലെ കരുവാൻപടിക്കാരിയായ KV അതുല്യ കൂട്ടുകൂടിയത് കടലിനോടായിരുന്നു. സാഹസികമായി കടലിന്റെ അടിത്തട്ടിലേക്ക് ഡൈവ് ചെയ്തു പോയി ലോകത്തിന്റെ നിർണായകമായ നിലനിൽപ്പ് തന്നെ ഉറപ്പാക്കുന്ന ദൗത്യമാണ് ഈ പെൺകുട്ടി തന്റെ ജീവിതമാർഗമായി തെരഞ്ഞെടുത്തത്. അതായത് നമ്മുടെ വീടുകളിലേക്കും ഓഫീസുകളിലേക്കുമെല്ലാം തടസ്സമില്ലാതെ ഇന്റർനെറ്റ് എത്തിക്കുന്നതിനും പാചകവാതകം മുടങ്ങാതിരിക്കുന്നതിനുമെല്ലാം പിന്നിൽ നമ്മളൊന്നും കാണാത്ത കടലാഴങ്ങളെ തൊഴിലിടമാക്കി തെരഞ്ഞെടുത്ത അതുല്യയെപ്പോലുള്ളവരാണ്. സ്കൂബ ഡൈവിംഗ് കടലിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ നടത്തുന്ന ഉല്ലാസമാണ്. അതുല്യയ്ക്ക് പക്ഷേ അത് ജോലിയാണ്. ഏറെ അപകട സാധ്യത നിറഞ്ഞ ഉപജീവന മാർഗമാണ്. കടലിനടിയിലൂടെ പോകുന്ന എണ്ണ വാതക പൈപ്പ് ലൈനുകളോ ഇന്റർനെറ്റ് കേബിളോ തകരാറിലായാൽ വെൽഡിംഗ് അടക്കമുള്ള അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടത് ഇവരാണ്. തന്ത്രപ്രധാന പൈപ്പ് ലൈനുകളുടെയും കേബിളുകളുടെയും പരിപൂർണ പരിപാലന ചുമതല അതുല്യയെപ്പോലുള്ള കൊമേഴ്സ്യൽ ഡൈവർമാരുടെ ഉത്തരവാദിത്തമാണ്. കോവളം, കൊച്ചി, ആൻഡമാൻ ദ്വീപ് എന്നിവിടങ്ങളിൽ നിന്നാണ് അതുല്യ സ്കൂബ ഡൈവിംഗ് പരിശീലനം നേടിയത്. കൊച്ചിയിൽ നിന്നാണ് സൗത്ത് ആഫ്രിക്കയിലേക്ക് അവസരം ലഭിച്ചത്. 12 ലക്ഷത്തോളം രൂപ ചിലവ് വരുന്ന പരിശീലനമാണ് സ്കോളർഷിപ്പോടുകൂടി അതുല്യയുടെ ജീവിതം മാറ്റിമറിച്ചത്. കൊമേഴ്ഷ്യൽ ഡൈവിംഗിൽ നമ്മൾ കുറച്ചും കൂടി ഹെവി എക്യുപ്മെന്റ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. സ്കൂബ ആകുമ്പോൾ റിക്രിയേഷണൽ ഏരിയ ആണ്. സോ ഉണ്ട്, ഹെവി ആണ്. ബട്ട് അതിലും നമുക്ക് കുറച്ചും കൂടി ഈ എക്യുപ്മെന്റ്സ് എന്നൊക്കെ പറയുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ എർത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഒരു തരത്തിൽ നമ്മൾ ആ ഒരു പൊസിഷൻ അങ്ങോട്ട് മാറ്റിയിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അത് എർത്തായിട്ട് ചിലപ്പോൾ മരണത്തിലേക്ക് വരെ പോകാനുള്ള ചാൻസസുകൾ ഉണ്ട്. പിന്നെ ഡൈവിങ്ങിലാണെങ്കിൽ ഒരുപാട് റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അതെല്ലാം ഓവർകം ചെയ്തിട്ട് മുന്നോട്ട് പോകുക എന്നുള്ള ഓരോ ദിവസവും നമുക്ക് റിസ്ക് തന്നെയാണ്. ഭാരമേറിയ സാങ്കേതിക സുരക്ഷാ സംവിധാനമൊക്കെയായി മണിക്കൂറുകളോളം കടലിനടിയിൽ കഴിയണം. ആക്രമണകാരികളായ മത്സ്യങ്ങളും മറ്റ് ജീവജാലങ്ങളും പലപ്പോഴും ഭീഷണിയാകാറുണ്ട്. എന്നാൽ ഈ തൊഴിലിനോടുള്ള അതീവ താല്പര്യം കാരണം എല്ലാ അപകട സാധ്യതകളെയും നേരിടാൻ തീരുമാനിക്കുകയായിരുന്നു. ശക്തമായ അടിക്കടൽ പ്രവാഹങ്ങളെയും സ്റ്റോൺ ഫിഷ്, സ്റ്റിംഗ്രേ പോലുള്ള അപകടകാരികളായ സമുദ്രജീവികളെയും നേരിട്ടുകൊണ്ടാണ് അവർ ദൗത്യങ്ങൾ പൂർത്തിയാക്കുന്നത്. കടലിനടിയിൽ തിരുവനന്തപുരം തീരത്തുണ്ടെന്ന് പറയപ്പെടുന്ന ഗുഹകൾ, കുഞ്ഞാലിമരക്കാരുടെ ഒളിത്താവളമെന്ന് കരുതപ്പെടുന്ന സ്ഥലത്ത് പുരാതന ബോട്ടുകളുടെയും പീരങ്കി ആക്രമണങ്ങളുടെയും ശേഷിപ്പുകളായ തെളിവുകൾ എന്നിവയുണ്ടെന്ന സംശയമായി രേഖപ്പെടുത്തണമെന്നതാണ് അതുല്യയുടെ സ്വപ്നങ്ങളിലൊന്ന്. നമ്മുടെ നാട്ടുകാരിയായ ആഴക്കടലിനടിയിലെ സാഹസിക ദൗത്യം ജീവിതമാർഗമായി തെരഞ്ഞെടുത്ത അതുല്യ പക്ഷേ കേരളത്തിന് ഇന്നും അത്ര സുപരിചിതയല്ല. നമ്മുടെ അഭിമാനമാണ് ഈ 29-കാരി. അവധിക്ക് നാട്ടിലെത്തി ഉടൻ തന്നെ ദക്ഷിണാഫ്രിക്കയിലെ കടലിനടിയിൽ ജോലിയിലേക്ക് മടങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ ന്യൂസ് 18 പട്ടാമ്പി. അപ്പോൾ കടലാഴങ്ങളെ സ്നേഹിക്കുന്ന നമ്മുടെ അഭിമാനമായ അതുല്യ നമ്മോടൊപ്പം തത്സമയം ചേരുകയാണ്. അതുല്യ, നമസ്കാരം, ഗുഡ് മോർണിംഗ്. ഇതിപ്പോൾ കടലാഴങ്ങളിലേക്ക് പോവുക, അതൊരു കൊമേഴ്ഷ്യൽ ഡൈവർ എന്നുള്ള രീതിയിൽ ആ കാര്യങ്ങളെ കാണുക, ഇത് മലയാളിയെ സംബന്ധിച്ചിടത്തോളം അത്ര പരിചിതമുള്ള ഒരു പ്രൊഫഷൻ അല്ല. അതുല്യ എങ്ങനെയാണ് ഈ പ്രൊഫഷനെ കുറിച്ച് മനസ്സിലാക്കിയതും അതിലേക്ക് കടന്നു വന്നതും? സത്യത്തിൽ ഞാൻ ആദ്യം ഒരു കൊമേഴ്ഷ്യൽ ഡൈവിംഗ് എന്നുള്ളതായിരുന്നില്ല എൻ്റെ ഒരു പ്ലാനിങ്. ഞാൻ ജസ്റ്റ് എങ്ങനെയെങ്കിലൊക്കെ പോലീസിലൊക്കെ കയറി ചൈൽഡ്ഹുഡ് അംബീഷനൊക്കെ ചെയ്തിട്ട് ഞാൻ അങ്ങനെയായിരുന്നു പോലീസ് ഓഫീസറാണെന്ന്. പക്ഷെ എങ്ങനോ ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്തായിരുന്നു ഇങ്ങനെ ഒരു ചെറുതായിട്ട് ഇങ്ങനെ എന്തോ എന്താ കുറെ സ്ത്രീകൾ ഇങ്ങനെ കടന്നു ചെല്ലാത്ത കുറച്ച് ഏരിയകളുണ്ട്. ചില ജോബുകളിൽ പുരുഷന്മാരാണ് എപ്പോഴും. സോ സ്ത്രീകൾ ഇല്ല എന്ന് പറഞ്ഞപ്പോ അതിന് ഫോർ എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ടാണ് ഈ സ്കൂബ ഡൈവിങ്ങും സ്കൈ ഡൈവിങ്ങും ഒക്കെ നമ്മൾക്ക് സംസാരിക്കുന്നത്. സോ അങ്ങനെ പറഞ്ഞതിനെ തുടർന്ന് ഞാനത് ഓക്കെ എന്തുകൊണ്ട് നമുക്ക് ട്രൈ ചെയ്തുകൊണ്ടാണ്, എന്തുകൊണ്ടാണ് അവര് മാത്രം ചെയ്യുന്നത്, എനിക്കൊന്ന് ട്രൈ
ചെയ്തുകൂടാ എന്നുള്ളൊരു ചിന്തയിൽ നിന്നാണ് ഞാൻ അതിനെ പറ്റി ഗൂഗിൾ ചെയ്യുന്നതും കോവളത്തിൽ പോയി പഠിക്കുകയെല്ലാം ചെയ്തത്. ചലഞ്ചിങ് ഇത് തന്നെയായിരുന്നു. അതൊരു മെയിൽ ഡൊമിനേറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയായിരുന്നു. സോ എങ്ങനെയാണ് അവരായിട്ട് മല്ലടിച്ച് നിൽക്കേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അതുല്യ ഒന്ന് തുടരുക. ഒരു ചെറിയ ഒരു സാങ്കേതിക പ്രശ്നം ഒന്ന് പരിഹരിക്കണം. ആ ശബ്ദം ഒന്ന് നമുക്കൊന്ന് ക്ലിയർ ആക്കണം. അതിനു മുമ്പ് അതുല്യയെക്കുറിച്ച് നമുക്കൊന്ന് അറിയണം. അതായത് നമുക്ക് മലയാളികൾക്ക് അത്ര പരിചിതമില്ലാത്ത ഒരു മേഖലയിലേക്ക് കടന്നു എന്ന് അഭിമാനകരമായ ജോലി ചെയ്യുന്ന ഒരു പെൺകുട്ടിയാണ് പട്ടാമ്പിക്കാരിയായ അതുല്യ. സാഹസികത എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലതരത്തിലാണല്ലോ ഉപയോഗപ്പെടുത്തുന്നത്. സാഹസികത തൻ്റെ ജീവിതത്തിലേക്ക്, തൻ്റെ പ്രൊഫഷനിലേക്ക് കൊണ്ടുവന്ന ഒരാൾ കൂടിയാണ് അതുല്യ. നമുക്കറിയാം, കടലിനടിയിലൊക്കെ ഒരുപാട് കേബിൾ ശൃംഖലകളും ഒരുപാട് സാങ്കേതിക കാര്യങ്ങളും പൈപ്പുകളും ഒക്കെ ഉണ്ട്. അതുവഴിയാണ് നമുക്ക് ഗ്യാസ് കിട്ടുന്നത്. ഒപ്പം നമ്മുടെ പലതരത്തിലുള്ള നിത്യജീവിതത്തിലെ നിർണായകമായ പല കാര്യങ്ങളും കടലിനടിയിലൂടെ പോകുന്ന പല സംഗതികളുമുണ്ട്. അവിടെയൊക്കെ ചില സാങ്കേതിക പ്രശ്നങ്ങൾ വരുമ്പോൾ പ്രൊഫഷണൽ ഡൈവേഴ്സാണ് ഇറങ്ങിച്ചെന്നിട്ട് വെൽഡിങ് അടക്കമുള്ള കാര്യങ്ങൾ, ആ സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ള കാര്യങ്ങളിലൊക്കെ ഏറ്റവും പ്രധാനമായ പങ്ക് വഹിക്കുന്നത്. അത് പുരുഷന്മാരാണ് കൂടുതലും ഈ മേഖലയിൽ ജോലി ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ മേഖലയുടെ ഒരു പ്രത്യേകത. പക്ഷേ വളരെ ധൈര്യപൂർവ്വം, അഭിമാനപൂർവ്വം തൻ്റെ പ്രൊഫഷനായി തിരഞ്ഞെടുത്ത ഒരു സംഗതിയായി ഇത് അതുല്യ കണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അതുല്യയുടെ ഒരു പ്രത്യേകത. അതുല്യ, നേരത്തെ ഒരു സാങ്കേതിക പ്രശ്നം കാരണമാണ് ഒരു ബ്രേക്ക് വന്നത്. തുടരാം, ഇപ്പോൾ കൃത്യമായും തോന്നുന്നു. തീർച്ചയായും. സോ അങ്ങനെയാണ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ടീച്ചറുടെ ഒരു വേർഡിൽ നിന്നാണ് ഞാൻ ഈ ഡൈവിംഗിലേക്ക് വരുന്നത്. ചലഞ്ചിങ് ആയിട്ട് തോന്നിയത് ഇതൊക്കെ തന്നെയായിരുന്നു. എങ്ങനെയാണ് ബോയ്സിനായിട്ട് എങ്ങനെയാണ് ഈ ഇൻഡസ്ട്രിയിൽ പിടിച്ചു നിൽക്കുക എന്നുള്ളത് ഫസ്റ്റ് ചലഞ്ചിങ് ആയിരുന്നു. പക്ഷെ നോ പ്രോബ്ലം, എനിക്ക് കിട്ടിയ സപ്പോർട്ട് എന്ന് പറയുന്നത് ഞാൻ പ്രതീക്ഷിച്ചതിൽ അപ്പുറമായിരുന്നു. പിന്നീട് അവിടുന്ന് ആൻഡമാൻ, പിന്നെ അതുപോലെ തന്നെ കൊച്ചി, അവിടെ എല്ലാം വർക്ക് ചെയ്ത് സ്കൂബ ഡൈവിംഗ് തന്നെയായിരുന്നു ഞാൻ വർക്ക് ചെയ്തിരുന്നത്. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് ഇതുപോലെ ജാക്ക് ഡൈച്ചസിനാണ് എനിക്ക് ഇതുപോലെ ഒരു ഓഫർ വരുന്നത്. അവർ ജസ്റ്റ് ഇവിടെ വന്ന് കണ്ടിട്ടേ ഉള്ളൂ, കണ്ടിങ്ങനെ സംസാരിച്ചു പോയി. പിന്നീട് ഒരു മെസ്സേജിലൂടെ അവരെന്നെ ഇൻവൈറ്റ് ചെയ്യായിരുന്നു. അതിലാണ് നമ്മൾ ഇതുപോലെ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ കൊമേഴ്ഷ്യൽ ഡൈവർ എന്നുള്ള സ്ഥലത്തേക്ക് നമ്മൾ എടുക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം എൻ്റെ മുമ്പിൽ ഞാൻ പറഞ്ഞത്, ഇപ്പൊ ഞാനില്ല, ശരിയാണ്, ഇത് വലിയൊരു ഹ്യൂജ് എമൗണ്ട് ആയിരുന്നു പഠിക്കാൻ. സോ സേവിങ്സ് ആയിട്ട് ഒരു 2 ഇയേഴ്സിനുള്ളിൽ വരാന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, അല്ല, നമ്മൾ തന്നെയാണ് സ്പോൺസർ ചെയ്ത് കൊണ്ടുപോകുന്നത് എന്ന് പറഞ്ഞിട്ടാണ് കേരളത്തിൽ നിന്ന് സൗത്ത് ആഫ്രിക്കയിൽ. ഈ പഠനം ഇത് കോവളത്താണല്ലേ അതുല്യ പഠിച്ചത്? കോവളത്ത് പഠിക്കുമ്പോൾ നമുക്ക് സാധാരണ കമേഴ്ഷ്യൽ തരത്തിലുള്ള, അല്ലെങ്കിൽ കമേഴ്ഷ്യൽ അല്ല, സാധാരണ പ്രൊഫഷണൽ ഡൈവിംഗ് ഒക്കെ ആയിരിക്കും പഠിച്ചു വന്നത്. പിന്നെ ഇതിന് മറ്റ് പല സാങ്കേതിക കാര്യങ്ങളും മനസ്സിലാക്കണമല്ലോ ഈ ഒരു പ്രൊഫഷനിലേക്ക് ഇറങ്ങണമെങ്കിൽ. അങ്ങനെ ഒരു അറിവും എങ്ങനെയാണ് കിട്ടിയത്? ഈ കൊമേഴ്ഷ്യൽ ഡൈവിനെ പറ്റിയിട്ടാണ്. അതെ. ഇപ്പൊ സാങ്കേതികമായ പല കാര്യങ്ങളും സാങ്കേതികമായ പല കാര്യങ്ങളും കൂടി ചേർത്ത് വെക്കുന്നതാണല്ലോ ഇപ്പോഴത്തെ അതിലൂടെ പ്രൊഫഷൻ. കേവലം ഡൈവിംഗ് മാത്രമല്ല. ഇല്ല. നമുക്കിപ്പോ ഡൈവിംഗിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് ഇന്ന ഡൈവിങ്ങുകൾ ഉണ്ട്, അല്ലെ ഡൈവിംഗ് മേഖലകൾ ഉണ്ട് എന്നുള്ള ഒരു ഐഡിയാസ് നമുക്ക് ഡൈവിംഗിലുള്ളവർക്ക് കിട്ടും. പിന്നെ മെയിൻ ആയിട്ട് അതിൽ എക്യുപ്മെന്റ്സ് യൂസ് ചെയ്യണോ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ സ്കൂബേന്റെ മാസ്കിന് പകരം നമ്മൾ കെബിമോഗെന്നുള്ള ഹാറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതാണ് നമ്മളൊരു വ്യത്യാസമായിട്ട് എനിക്ക് തോന്നുന്നുള്ളൂ. പിന്നെയുള്ളതൊക്കെ എക്യുപ്മെന്റ്സ് എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതാണ്. ഈ ഇലക്ട്രിക് ഉപകരണങ്ങൾ വെള്ളത്തിന്റെ അടിയിൽ എങ്ങനെ സേഫ് ആയിട്ട് യൂസ് ചെയ്യാം എന്നുള്ളത് മാത്രമാണ് ഞാൻ എക്സ്ട്രാ ആയിട്ടൊന്ന് പഠിക്കേണ്ടി വന്നിട്ടുള്ളത്. ബാക്കിയെല്ലാം എനിക്ക് സെയിം ആയിട്ട് തന്നെയാണ് തോന്നിയത്. ഇത് ഒപ്പം ഇത്തരമൊരു പ്രൊഫഷൻ തിരഞ്ഞെടുക്കാൻ തീരുമാനിച്ചപ്പോൾ വീട്ടിലെ ഒരു തീരുമാനം, അവരുടെ അഭിപ്രായമൊക്കെ എന്തായിരുന്നു? അവരുടെ പൂർണ്ണ പിന്തുണയായിരുന്നു, അതോ കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കാൻ അല്പം പാടുപെട്ടോ? അതെ, പാടുപെട്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് പാലക്കാടുകാരാണ്, നമുക്ക് കടലില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഇത് എന്താണെന്ന് മനസ്സിലാക്കാൻ ഞാൻ ആദ്യം കുറച്ച് സമയം എടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതുപോലെ ഞാൻ പാരന്റ്സിന്റെ അടുത്ത് പറഞ്ഞപ്പോഴും അവർക്കും ബുദ്ധിമുട്ടായിരുന്നു. എന്താ കുട്ടി പറയണത് എന്ന് പറഞ്ഞ് ഫലിപ്പിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു, ഇങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കാന്. അപ്പോഴും അവർ ആദ്യം വിചാരിച്ചത് ഇതിന്റെ സർഫേസിന്റെ മേലെ, അല്ലെങ്കിൽ കടലിന്റെ മേലെ ആയിരിക്കും എന്നുള്ളതാണ് അവർ വിചാരിച്ചത്. പക്ഷെ അല്ല, പിന്നീട് കടലിന്റെ അടിയിലാണ് എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ എന്റെ ആന്റിയുടെ ഹസ്ബൻഡ് നേവിയിലായതുകൊണ്ട് അങ്കിളുടെ കുറച്ചൊരു സഹായം എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ കേട്ടപ്പോഴും എന്റെ അച്ഛനും അമ്മയും ഓക്കെ എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. നോ ഇഷ്യൂസ്, പൊയ്ക്കോളൂ എന്നുള്ളതേ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ഇപ്പൊ അവരെയൊക്കെ പാനിക് ആക്കാണ്ടാണ് ഇത്രയും ദിവസം ഞാൻ അങ്ങനെ പോയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, കടലിലാണ് ജോലി എന്ന് അറിയാം, എങ്കിലും അവരൊക്കെ വിളിക്കുമ്പോൾ ഞാൻ പറയില്ല, ഞാനിവിടെ സർപ്രൈസിലാണ് ഇരിക്കുന്നതെന്നൊക്കെ പറയും. ഇപ്പൊ സോഷ്യൽ മീഡിയയിലൂടെ ഞാൻ തുറന്നു പറയൽ തുടങ്ങി, അല്ലെങ്കിൽ കാര്യങ്ങൾ തുറന്നു പറയൽ തുടങ്ങിയപ്പോ എന്റെ പാരന്റ്സ്, ഓ മൈ ഗോഡ്, ഈ കുട്ടി ഇത്രയും വലിയ ജോബാണ് ചെയ്യുന്നത് എന്നുള്ളത്
അവര് പാനിക് ആക്കാണ്ട് കൊണ്ടുപോകുമായിരുന്നു ഞാൻ ആക്ച്വലി. അപ്പോൾ ഈ ജോലിയുടെ ഒരു സ്വഭാവം എന്താണ് അതുല്യ? ഈ ദക്ഷിണാഫ്രിക്കയിലാണെന്ന് മനസ്സിലാക്കുന്നു. അവിടെ ഈ പറഞ്ഞതുപോലെ കടലിനടിയിലേക്ക് ചെല്ലുക, ഈ പൈപ്പുകളുടെ സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുക, മറ്റ് ഒരു സ്വഭാവം എന്താണ് സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ എന്തൊക്കെയാണ് അതുല്യ ചെയ്യുന്നത് അവിടെ? അവിടെ നമുക്ക് അണ്ടർ വാട്ടർ റിലേറ്റഡ് ആയിട്ട് എല്ലാ വർക്കും വരും. നമുക്ക് അങ്ങനെ കുറച്ച് വർക്കുകൾ എന്നുള്ളതില്ല. അപ്പൊ നമുക്ക് വിചാരിക്കും നമുക്ക് അണ്ടർ വാട്ടറിൽ പോയിട്ട് നമുക്ക് കോൺക്രീറ്റ് ഒക്കെ ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് വെച്ചാൽ നമുക്ക് അണ്ടർ വാട്ടറിൽ പോയിട്ട് ഇതുപോലെ സ്റ്റെപ്പുകൾ ഉണ്ട്, അല്ലെങ്കിൽ കോൺക്രീറ്റ് സംഭവങ്ങൾ നമുക്ക് പണിയാൻ വേണ്ടി പറ്റും. പിന്നെ അതുപോലെ തന്നെ കെമിക്കൽ വർക്ക്സുകൾ ഉണ്ടായിരിക്കും. അണ്ടർ വാട്ടറിൽ ഒരുപാട് പൈപ്പ് ലൈനുകൾ പോകുന്നുണ്ട്. ഇത് നമുക്ക് കണക്ട് ചെയ്യേണ്ട സിറ്റുവേഷൻസ് വരും. അതുപോലെ തന്നെ പണ്ട് ഇതുപോലെ പോയിട്ടുള്ള കപ്പലുകൾ അല്ലെങ്കിൽ മുങ്ങി പോയിട്ട് വലിയ വലിയ ബോട്ടുകൾ ഉണ്ടായിരുന്നു, സാൽവേജ് വർക്ക്സ് എന്ന് പറയും. ഇതൊക്കെ നമ്മൾ പോയി മുങ്ങി അത് എടുത്തു, അത് ചിലപ്പോൾ ഒരു 2 ആഴ്ച 3 ആഴ്ച അല്ലെങ്കിൽ 1 മാസമൊക്കെ നീണ്ടു നിൽക്കുന്ന വർക്കുകളായിരിക്കും. അത്രയും വലിയ കപ്പലുകളായിരിക്കും ചിലപ്പോൾ മുങ്ങി പോയിട്ടുണ്ടായിരിക്കും മുമ്പെങ്ങാനും. അതൊക്കെ റിമൂവ് ചെയ്ത് മാറ്റും. പിന്നെ അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു വേർഡ് ആയതുകൊണ്ട് ഞാൻ അത് പറയുന്നത് ഈ അണ്ടർ വാട്ടർ വെൽഡിങ് എന്നുള്ളത്. നമുക്ക് അണ്ടർ വാട്ടർ വെൽഡിങ് ഞാൻ അണ്ടർ വാട്ടറിൽ പോയിട്ട് ചെയ്യും. എന്തെങ്കിലും രീതിയിൽ ഇപ്പൊ വെൽഡ് ചെയ്യേണ്ട ഏരിയാസ് ഒക്കെ ആണെങ്കിൽ വെൽഡ് ചെയ്യും. ഇനിയിപ്പോ എന്തെങ്കിലും കട്ട് ചെയ്യണം, ഇപ്പൊ ഇരുമ്പിന്റെ കഷ്ണമോ അല്ലെങ്കിൽ മരത്തിന്റെ കഷ്ണമോ അങ്ങനെ എന്ത് വലിയ കഷ്ണങ്ങളോ എന്തെങ്കിലും അതിന്റെ എല്ലാ എക്യുപ്മെന്റ്സ് നമ്മൾ യൂസ് ചെയ്തിട്ട് നമ്മൾ ഇവിടെയൊക്കെ വുഡ് കട്ട് ചെയ്യുന്ന ആ ഒരു എക്യുപ്മെന്റ്സ് ഉണ്ടല്ലോ, അത് നമ്മൾ യൂസ് ചെയ്തിട്ട് അണ്ടർ വാട്ടറിലാണെങ്കിൽ അത് കട്ട് ചെയ്ത് മൂവ് ചെയ്ത് മാറ്റുക. അങ്ങനെ ഒരു വിധത്തിലെല്ലാം. ഇനിയിപ്പോ ഡാം വർക്കുകൾ ഉണ്ടായിരിക്കും, ഈ ഡാമിലുള്ള എന്തെങ്കിലും രീതിയിലുള്ള പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതെല്ലാം അങ്ങനെ അണ്ടർ വാട്ടർ റിലേറ്റഡ് ആയിട്ട് എല്ലാ വർക്ക്സും നമ്മള് ചെയ്യണം. ഞാൻ അവിടെ അതും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞാൻ അസിസ്റ്റന്റ് സൂപ്പർവൈസർ ആയിരുന്നു. സോ നമ്മൾ അവിടെ പഠിപ്പിക്കും കൂടിയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ രണ്ടും കൂടിയിട്ടാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കൂടുതലും പുരുഷന്മാർ ജോലി ചെയ്യുന്ന ഒരു ഫീൽഡാണല്ലേ ഇത്? അതുല്യ മാത്രമാണോ കണ്ടു പരിചയിച്ച ഒരു വനിത? വേറെ ആരെങ്കിലും വനിതരെ കൂട്ടുകാരുള്ള ആരെങ്കിലും ഉണ്ടോ ഈ ഫീൽഡിൽ? ഇന്ത്യന്ന് ഇപ്പൊ ഇല്ലേ, ഞാൻ പഠിച്ച് ഇതാക്കുന്നവർ ഇതുവരെ ആരും വന്നിട്ടില്ല. കടന്നു വരണം. പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും ഞാൻ ഇന്ന വിഭാഗത്തിൽ മാത്രം പറയുന്ന ഒരാളൊന്നുമല്ല. ആരാണെങ്കിലും കടന്നു വന്ന് പഠിക്കുക എന്നുള്ളതാണ്. ഞാൻ പഠിക്കുന്ന സമയത്ത് ആരും ഉണ്ടായിരുന്നില്ല. ഞാൻ അവിടെ പഠിക്കുന്ന സമയത്താണെങ്കിലും ജോലി സമയത്താണെങ്കിലും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ അവിടെ ഉള്ള ഒരു ലേഡി, അതൊരു സൗത്ത് ആഫ്രിക്കൻ ലേഡി ആണ് അവിടുത്തെ ഒരു സൂപ്പർവൈസർ ആയിട്ട് ഉണ്ടായിരുന്നത്. സോ ആളൊക്കെയാണ് എന്നെ പഠിപ്പിച്ച് ഈ ഒരു ലെവലിലേക്ക് ഇങ്ങനെ എത്തിച്ച് തന്നത്. ഈ പ്രൊഫഷണലുമായി തന്നെ മുന്നോട്ട് പോകാനാണല്ലേ തീരുമാനം? അത്യാവശ്യം ജീവിച്ചു പോകാൻ പറ്റുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അതെ അതെ, ഞാൻ പറയട്ടെ, അത് നമ്മളാരും ഡൈവിങ്ങിലുള്ള ഒരാളും പൈസ എന്നതിലുപരി നമുക്കിത് ഭയങ്കര ഇഷ്ടമാണ് വെള്ളത്തിലേക്ക് പോകുന്നത്. നമ്മളെല്ലാവരും ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു ജോലിയാണ്. സോ അതങ്ങനെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ചോളം ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ ഡൈവിങ് സ്റ്റോപ്പ് ചെയ്യുന്നത്. എനിക്ക് ഇഷ്ടമാണ് വെള്ളത്തിലേക്ക് പോകാന്, എന്നും കടലിന്റെ അടിയുടെ കാഴ്ചകൾ കാണാന്. ഈവൻ അവിടുന്ന് ഒരു പ്ലാസ്റ്റിക് ഒരു സംഭവം എടുത്ത് കരയിലേക്ക് കൊണ്ടുവന്ന് അവിടെ പൊല്യൂഷൻ മാറ്റാൻ പറ്റുമല്ലോ എന്ന് ആലോചിക്കുമ്പോൾ പോലും എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. കാരണം അത്രയും ഉണ്ട് നമ്മുടെയൊക്കെ കടലിന്റെ അടിയിൽ മലിനമായിട്ടുള്ള കാര്യങ്ങൾ. ഈ കടലിന്റെ അടിയിൽ എന്ന് പറയുമ്പോൾ അപകടകരമായ ഒരുപാട് കാര്യങ്ങൾ കൂടി ഉണ്ടല്ലോ. നമ്മളിങ്ങനെ കടലിനടി പോയി കണ്ടിട്ടില്ല, പക്ഷേ സിനിമകളിലോ കണ്ടിട്ടുള്ളത് ഒരുപാട് വിഷപ്പാമ്പുകൾ ഉപദ്രവിക്കുന്ന മറ്റു ജീവികളും ഒക്കെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അത്തരം എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ അതുലേക്ക്? ഇല്ല, ഞാൻ പറയട്ടെ, നമ്മള് ഡൈവിംഗ് എന്ന് പറയുന്നത് 100% സേഫ്റ്റി. നമ്മൾ തിയറിയും പ്രാക്ടിക്കലും എല്ലാം കംപ്ലീറ്റ്ലി പഠിച്ചതിന് ശേഷമാണ്, തിയറി ആദ്യം പഠിച്ചതിന് ശേഷമാണ് നമ്മൾ പ്രാക്ടിക്കലിലേക്ക് പോകുന്നത്. സോ ഇതിലെല്ലാം നമ്മൾ 100% സേഫ്റ്റി കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ റൂള് പ്രകാരം ഡോണ്ട് ടച്ച് എനിത്തിങ് അണ്ടർ വാട്ടർ എന്നുള്ളത്. നമ്മൾ അണ്ടർ വാട്ടറിൽ ഒരു സംഭവത്തെ നമ്മൾ ടച്ച് ചെയ്യാൻ വേണ്ടി പാടില്ല. പിന്നെ നമ്മൾ പറയുന്നത് വെള്ളത്തിന്റെ അടിയിൽ പോണ സമയത്ത് ആ മീനുകൾ പോലും അവിടെയുള്ള ജീവജാലങ്ങൾ പോലും അറിയില്ല നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നത്. അവരെ ഡിസ്റ്റർബ് ചെയ്യാത്ത രീതിയിലാണ് നമ്മൾ പോകുന്നത്. പിന്നെ എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോ ഡൈവ് സൈറ്റ് ആണെങ്കിലും എല്ലാം നമ്മൾ ഫെമിലിയർ ആയിട്ടുള്ള സ്ഥലത്താണ്, അല്ലെങ്കിൽ അതിനെ പറ്റി പഠിച്ച് ഇറങ്ങുന്ന ലൊക്കേഷനെ പറ്റി അവിടെയുള്ള ലോക്കൽസിനെ എടുത്ത് ചോദിച്ച്, അല്ലെങ്കിൽ അവിടെ മുന്നേ ഇറങ്ങിയിട്ടുള്ള ആളുകളെ കുറിച്ച് ചോദിച്ച്, അവിടെ ഇതിനു മുമ്പ് മരണങ്ങൾ നടന്നിട്ടുണ്ടോ, ആ മരണങ്ങൾ നടക്കാനുള്ള കാരണം, അങ്ങനെ എല്ലാം ചോദിച്ച് മനസ്സിലാക്കിയതിനു ശേഷമാണ് നമ്മൾ
അവിടേക്ക് ഇറങ്ങുന്നത്. ഇതൊന്നും ചെയ്യാതെ ഇരിക്കുമ്പോഴാണ് അപകടങ്ങളിലേക്ക് പോകുന്നത്. സോ ഞങ്ങളെല്ലാവരും 100% സേഫ്റ്റിയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ കാലാവസ്ഥ ഇതാവണം, നമ്മൾ ഡൈവിന് ഇറങ്ങണേക്കാട്ട് മുമ്പാണെങ്കിൽ പോലും കൃത്യമായിട്ട് നമ്മൾ കാലാവസ്ഥ നോക്കുന്നു. ഇന്ന് ഹൈ ടൈഡ് ആണോ ലോ ടൈഡ് ആണോ, അതുപോലെ തന്നെ മഴ കൂടുതലാണെങ്കിൽ അന്ന് നമ്മൾ ഡൈവിന് ഇറങ്ങത്തില്ല. സോ അത്രയും സേഫ്റ്റി നോക്കിയിട്ടാണ് നമ്മൾ ഇറങ്ങുന്നത്. പിന്നുള്ളത് ഈ പറഞ്ഞ പോലെ അറ്റാക്കുകൾ ആണെന്നുള്ളത് അതൊക്കെ ദൈവത്തിന്റെ കയ്യില് അങ്ങനെ ഉണ്ടാവില്ല. ബട്ട് എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് അറിയാലോ, ഇതൊരു റിസ്ക് ആയിട്ടുള്ള ജോബാണ്. സോ അതിൻ്റെതായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാവും നമുക്കറിയാം. ഇതുവരെ ഒന്നും ദൈവം സഹായിച്ചിട്ട് 5 വർഷം ഞാൻ ഡൈവിങ്ങിൽ ഇതുവരെ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. ഞാൻ എല്ലാ കാര്യങ്ങളും വ്യക്തമായി പഠിച്ച് അല്ലെങ്കിൽ സേഫ്റ്റി വശങ്ങൾ നോക്കിയിട്ട് തന്നെയാണ് ഞാൻ ചെയ്യാറുള്ളത്. ഓക്കെ അതുല്യ, ഏതായാലും ഒരു വലിയ ആശംസ. ഈ ഒരു എന്താണ് ഈ ധൈര്യത്തിനുള്ള ഒരു വലിയ അഭിനന്ദനം കൂടി നേരുകയാണ്. താങ്കളുടെ പ്രൊഫഷനിൽ വളരെ മിടുക്കിയായിട്ട് മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുകയാണ് ന്യൂസ് 8ൻ്റെ ഭാഗത്ത് നിന്ന്. അപ്പോൾ പട്ടാമ്പിക്കാരിയായ അതുല്യ കടലില്ലാത്ത പാലക്കാട്ട് നിന്ന് ആഴക്കടലിൻ്റെ ആഴങ്ങളിലേക്ക് നമുക്കായി ജോലി ചെയ്യുന്ന അതുല്യയെക്കുറിച്ചാണ് നമ്മൾ കണ്ടത്. ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ വാർത്തകളുമായി തിരിച്ചെത്താം. കൊച്ചിയിൽ നടി ആക്രമിച്ച കേസിലെ പ്രധാന തെളിവായ മെമ്മറി കാർഡ് പരിശോധിച്ചതിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ട് അൽജീവ് നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ജസ്റ്റിസ് ജോബിൻ സെബാസ്റ്റ്യൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. മെമ്മറി കാർഡിൻ്റെ ഹാഷ് വാല്യൂ മാറിയതിൽ കോടതിയുടെ മേൽനോട്ടത്തിൽ SIT അന്വേഷിക്കണം എന്നാണ് അതിജീവിതയുടെ ആവശ്യം. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങൾ പങ്കുവെക്കുന്നു. ആജ്ഞ, ഈ കേസ് വീണ്ടും കോടതിയിലേക്ക് നിയമവഴിയിലേക്ക് വരികയാണ്. എന്തൊക്കെയാണ് അതിജീവിത ആവശ്യപ്പെട്ടിരിക്കുന്നത്? എന്താണ് ഇതിൻ്റെ ഒരു നിയമ കാര്യങ്ങൾ ഇനിയുള്ളത്? രഞ്ജിത്ത്, കോടതിയുടെ പരിഗണനയിൽ അല്ലെങ്കിൽ കോടതിയുടെ സുരക്ഷിതത്തിൽ തന്നെ ഇരിക്കുന്ന സാഹചര്യത്തിൽ മെമ്മറി കാർഡിൽ പരിശോധിച്ചതും മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയതുമായി ബന്ധപ്പെട്ട പുനരന്വേഷണം വേണമെന്നാണ് അതിജീവിതയുടെ ഹർജി. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടന്ന റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. അന്നത്തെ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി ഹണിയം വർഗീസിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടന്നതും ഹണിയം വർഗീസാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടതും. അതിന്റെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ട് സമർപ്പിച്ചെങ്കിലും അതിൻ്റെ മേൽ നടപടികൾ എടുക്കുകയോ ഒന്നും ഉണ്ടായിട്ടില്ല. അങ്കമാലി മജിസ്ട്രേറ്റ് ലീന റഷീദ്, ശിർസദാസ് താജുദ്ദീൻ, അതുപോലെ തന്നെ മറ്റൊരു സീനിയർ ക്ലർക്ക്, കോടതിയിലെ തന്നെ മറ്റൊരു സീനിയർ ക്ലർക്ക് മഹേഷ് മോഹൻ തുടങ്ങിയ ആളുകളാണ് ഈ മെമ്മറി കാർഡ് പലതവണയായി പരിശോധിച്ചിട്ടുള്ളത്. 3 തവണ മെമ്മറി കാർഡ് പരിശോധിച്ചതായി വ്യക്തമായിട്ടുണ്ട്. പക്ഷേ ശിർസദാസ് താജുദ്ദീൻ്റെ വിവോ ഫോണിലാണ് അത് ഉപയോഗിച്ചിരുന്നതെന്ന് നേരത്തെ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ ഫോണിനെ പറ്റിയുള്ള അന്വേഷണം നടന്നപ്പോൾ ഫോൺ കളഞ്ഞുപോയി, ഫോൺ തിരിച്ചു കിട്ടിയില്ല. അത്തരത്തിലുള്ള എക്സ്ക്യൂസസ് ആയിരുന്നു അന്ന് താജുദ്ദീൻ കോടതിയെ ബോധ്യപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെയാണ് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ ജഡ്ജിന്റെ മേൽനോട്ടത്തിലാണ് ഇതിന്റെ അന്വേഷണം നടന്നെങ്കിൽ പോലും അവരുടെ സുഹൃത്തുക്കളെയും സഹപ്രവർത്തകരെയും സഹായിക്കാൻ വേണ്ടിയുള്ള നീക്കമാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്ന് ജഡ്ജിനെതിരെ വലിയ വിമർശനമാണ് ആ കാലത്തും ഇതിന്റെ വിധി പുറപ്പെടുവിക്കുന്ന സമയത്തിൽ പോലും ഉന്നയിച്ചിരുന്നത്. അവർക്കെതിരെ, ജഡ്ജിനെതിരെ ഇത്തരത്തിൽ വലിയ ഒരു ആരോപണമായിരുന്നു അതിജീവിത ഉന്നയിച്ചത്. അതായത് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജ് ജസ്റ്റിസ് ഹണിയം വർഗീസ് ഇതുമായി ബന്ധപ്പെട്ട് സഹപ്രവർത്തകരെ സംരക്ഷിക്കാനുള്ള നീക്കമാണ് നടക്കുന്നതെന്നായിരുന്നു അതിജീവിതയുടെ ഹർജി. ആ ഘട്ടത്തിൽ അതിജീവിത ഹൈക്കോടതിയിൽ ഒരു ഹർജി നൽകി. അത് ഉപഹർജിയായിട്ടാണ് ആ ഹർജി നൽകിയിരുന്നത്. അതിൻ്റെ നിയമസാധുത നിലനിൽക്കാത്തത് കൊണ്ടാണ് അന്ന് ഹൈക്കോടതി സാങ്കേതികമായി, അതായത് ഇത് ഉപഹർജിയുടെ സാഹചര്യം അല്ലെങ്കിൽ നിലവിലില്ല, അതുകൊണ്ട് തന്നെ അതിജീവിതയ്ക്ക് അത് പുതിയ ഹർജിയായി ഫയൽ ചെയ്യാമെന്ന നിരീക്ഷണത്തിലാണ് അന്ന് ഹൈക്കോടതി ആ ഹർജി തള്ളുന്ന സാഹചര്യം. പക്ഷേ പിന്നീട് ഈ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട വിധി പ്രസ്താവന നടത്തുമ്പോഴും അതിൽ കുറ്റക്കാർ ആരൊക്കെയാണെന്ന് ശിക്ഷ വിധിക്കുമ്പോഴും ഒക്കെ ഈ മെമ്മറി കാർഡ്, പ്രധാനപ്പെട്ട തെളിവായ മെമ്മറി കാർഡിൻ്റെ വിവരങ്ങൾ ശേഖരിച്ചിരുന്നില്ല, അതുമായി ബന്ധപ്പെട്ട് കേസെടുത്തിരുന്നില്ല, മറ്റു നടപടിക്രമങ്ങൾ പാലിച്ചിരുന്നില്ല എന്നുള്ള വലിയ വിമർശനം ഉയർന്നിരുന്നു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള, അതായത് നടിയെ ആക്രമിച്ച കേസിലെ ജില്ലാ കോടതി പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ വിധിക്ക് എതിരെ അപ്പീൽ പോകുന്ന ഒരു സാഹചര്യത്തിൽ സുപ്രീം കോടതി
അഭിഭാഷക ബൃന്ദ ഗ്രോവറാണ് ഇതുമായി ബന്ധപ്പെട്ട് നടിക്ക് വേണ്ടി ഹൈക്കോടതിയിൽ ഹാജരാകുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ മെമ്മറി കാർഡ് പ്രധാനപ്പെട്ട ഒരു കാരണമായി ചൂണ്ടിക്കാണിക്കുകയാണ്. മാത്രമല്ല ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ അന്വേഷണത്തിനും അതല്ലെങ്കിൽ അദ്ദേഹം സമർപ്പിച്ച തെളിവുകൾക്കും യാതൊരു പരിഗണനയും കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. പങ്കുവച്ചത് ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ സ്വമേധയാ സ്വീകരിച്ച ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ഹർജിയിൽ SIT തലവൻ അന്തിമ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് ദേവസ്വം ബെഞ്ചിന് നൽകും. കുറ്റപത്രം തയ്യാറാക്കുന്നതിലെ പുരോഗതിയും വിചാരണ കോടതിയിൽ നൽകാനാകുമെന്ന കാര്യവും അന്വേഷണ ഉദ്യോഗസ്ഥർ വിശദീകരിക്കും. ജംഷഡ്പൂരിലെ ദേശീയ മെറ്റലർജിക്കൽ ലബോറട്ടറിയിൽ നിന്നുള്ള പരിശോധനാ ഫലത്തിന്റെ റിപ്പോർട്ടും SIT തലവൻ വിശദീകരിക്കും. കുറ്റപത്രം നൽകുന്നതിന് മുന്നോടിയായി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് SITക്ക് അന്തിമ നിർദ്ദേശങ്ങൾ നൽകിയേക്കും. ജസ്റ്റിസുമാരായ V. രാജാ വിജയരാഘവൻ, KV ജയകുമാർ എന്നിവർ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചാണ് സ്വമേധയാ സ്വീകരിച്ച ഹർജി പരിഗണിക്കുന്നത്. സംസ്ഥാനത്ത് കാലവർഷം ശക്തി പ്രാപിക്കുകയാണ്. ഇന്ന് വിവിധ ജില്ലകളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. നന്ദന ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുന്നു. നന്ദന, ഇപ്പോൾ തലസ്ഥാനത്ത് നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ശക്തമായ മഴയുണ്ട്. ടൗണിലൊക്കെ നല്ല മഴ പെയ്യുന്നുണ്ട്. കഴക്കൂട്ടത്ത് മഴയുണ്ട്. കൂടുതലായി വടക്കൻ കേരളത്തിൽ, വടക്കൻ മേഖലകളിലാണല്ലേ മഴ പ്രവഹിച്ചിരിക്കുന്നത്. മറ്റു വിവരങ്ങൾ എന്താണ്? ഇന്ന് സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും മഴ തകർത്ത് പെയ്യുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പിൻ്റെ അറിയിപ്പ്. 3 ജില്ലകളിലാണ് ഇന്ന് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്. ബാക്കി 11 ജില്ലകളിലും യെല്ലോ അലേർട്ടാണുള്ളത്. ഈ 14 ജില്ലകളിലും ഇതുമായി ബന്ധപ്പെട്ട് വലിയ ജാഗ്രതാ നിർദ്ദേശങ്ങളാണുള്ളത്. മഴയോടൊപ്പം തന്നെ ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മലയോര മേഖലകളിൽ താമസിക്കുന്നവർ ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ സാധ്യത പോലുള്ള അപകട സാധ്യതയുണ്ടെങ്കിൽ ഇത് കൃത്യമായി തന്നെ ബന്ധപ്പെട്ട അധികൃതരുമായി ബന്ധപ്പെടണമെന്ന് അറിയിച്ചിട്ടുണ്ട്. മഴയോടൊപ്പം ശക്തമായ കാറ്റും വീശാൻ സാധ്യതയുള്ളതിനാൽ തീരമേഖലയിൽ താമസിക്കുന്നവർ അതീവ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. അതുകൂടാതെ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇനി ഒരു അറിയിപ്പ് കിട്ടും വരെ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇടിമിന്നൽ സാധ്യതയുള്ളതിനാൽ തുറസായ പ്രദേശങ്ങളിൽ പോകുന്നവർ കൃത്യമായ ജാഗ്രത പാലിക്കണം എന്നുള്ള നിർദ്ദേശങ്ങളും അധികൃതർ നൽകിയിട്ടുണ്ട്. അപകട സാധ്യത മുന്നിൽ കണ്ട് പൊന്മുടി എക്കോ ടൂറിസം താൽക്കാലികമായി അടച്ചിട്ടുണ്ട്. സാങ്കേതിക സർവകലാശാല ഇന്ന് നടത്താനിരുന്ന എല്ലാ പരീക്ഷകളും മാറ്റിവെച്ചിട്ടുണ്ട്. പുതുക്കിയ തീയതി അവരുടെ തന്നെ ഔദ്യോഗിക വെബ്സൈറ്റിലൂടെ പിന്നീട് അറിയിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. നിലവിൽ ഇതൊക്കെയാണ് തിരുവനന്തപുരത്ത് നിന്നും നൽകാനാവുന്ന പ്രധാന വിവരങ്ങൾ. നന്ദനയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഏതായാലും സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും മഴ പെയ്യുമെന്നാണ് നന്ദന റിപ്പോർട്ട് ചെയ്യുന്നത്. കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ വിവരമനുസരിച്ച് എല്ലാ ജില്ലകളിലും അതിശക്തമായ മഴ രേഖപ്പെടുത്തുമെന്നാണ് കരുതേണ്ടത്. ഇന്നിപ്പോൾ രാവിലെ കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് വിവിധ ജില്ലകളിൽ ശക്തമായ മഴ ഇപ്പോൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇതിനിടയിൽ ഒറ്റപ്പാലത്തെ തെരുവ് നായയുടെ ആക്രമണം ഉണ്ടായി 7 പേർക്കാണ് കടിയേറ്റത്. ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിക്ക് സമീപം ഇന്നലെ രാത്രിയാണ് സംഭവം. നായയുടെ കടിയേറ്റവർ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയും തേടി. ഒരേ നായ തന്നെയാണ് എല്ലാവരെയും കടിച്ചത്. നായയെ പിടികൂടാനുള്ള ശ്രമം തുടരുകയാണ്. ലോകകപ്പ് ഫുട്ബോളിൻ്റെ ആവേശം ദായിങ് നമ്മുടെ മനസ്സ് കടന്നെത്തുകയാണ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൻ്റെ ആവേശത്തെ വരവേൽക്കാൻ വ്യത്യസ്ത പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുകയാണ് മലപ്പുറം നഗരസഭ. നമുക്കറിയാം, മലപ്പുറമൊക്കെ ഈ വേൾഡ് ഫുട്ബോൾ ആകുമ്പോഴത്തേക്ക് പൂർണ്ണമായും അതിൻ്റെ ലഹരിയിൽ അമരുന്ന സ്ഥലമാണ്. നഗരസഭയിലെ ബാലസഭ അംഗങ്ങളായ 3000 കുട്ടികൾക്ക് ജേഴ്സിയും വിവിധ ബാലസഭാ ക്ലബ്ബുകൾക്ക് ഫുട്ബോളുകളും മിനി ബ്ലാസ്റ്റേഴ്സ് മലപ്പുറം മുനിസിപ്പാലിറ്റി എന്ന് പേരിട്ട പരിപാടിയിലാണ് വിതരണം ചെയ്തത്. കേരള ഗ്രാമീൺ ബാങ്കിന്റെ സഹകരണത്തോടെ നടപ്പാക്കിയ പദ്ധതിയുടെ ഉദ്ഘാടനം തദ്ദേശ സ്വയംഭരണ മന്ത്രി KM ഷാജി നിർവഹിച്ചു. ലോകമെങ്ങും ഫുട്ബോൾ ലോകകപ്പിന്റെ ആവേശത്തിലേക്ക് നടന്നു കയറാൻ പോവുകയാണ്. മലപ്പുറത്ത് അറിയാം, മലപ്പുറം എന്ന് വെച്ചാൽ ഫുട്ബോളിന്റെ ഈറ്റില്ലമാണ് കേരളത്തിന്റെ. മലപ്പുറത്തും ആവേശം പല മടങ്ങ് ഉയരാൻ പോവുകയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് മലപ്പുറം നഗരസഭ കുട്ടികൾക്ക് സൗജന്യമായി ജേഴ്സിയും ഫുട്ബോളും വിതരണം ചെയ്യാൻ പോകുന്ന പരിപാടിയുടെ ഇടത്താണ്. നഗരസഭയിലെ എല്ലാ വാർഡുകളിൽ നിന്നും തിരഞ്ഞെടുത്ത ബാലസഭയിൽ രജിസ്റ്റർ ചെയ്ത ഫുട്ബോൾ കളിക്കാൻ ആഗ്രഹിക്കുന്ന, ഫുട്ബോൾ കളിക്കുന്ന കുട്ടികൾക്കാണ് നഗരസഭ ജേഴ്സിയും ഫുട്ബോളും വിതരണം ചെയ്യുന്നത്. വേറിട്ട ഒരു പരിപാടിയാണ്. 3000-ലധികം കുട്ടികൾക്കാണ് നഗരസഭ ഇത്തരത്തിൽ ഫുട്ബോൾ നൽകുന്നത്. ഇതാദ്യമായിട്ടായിരിക്കാം ഇത്രയും അധികം കുട്ടികൾക്ക് ഫുട്ബോളും ജേഴ്സിയും ഒക്കെ ഒരു നഗരസഭ നൽകുന്നത്. എന്നാണെങ്കിലും വലിയ ആവേശത്തോടെയാണ് ലോകകപ്പിനെ വരവേൽക്കാൻ മലപ്പുറം ഒരുങ്ങുന്നത്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഇത്തരത്തിൽ ഒരു ചടങ്ങ് സംഘടിപ്പിക്കുമ്പോൾ കുട്ടികൾക്കും വലിയ സന്തോഷമാണ്, ആവേശമാണ്. നമുക്ക് കുട്ടികളോട് ചോദിക്കാം. മക്കളെ, നിങ്ങളൊക്കെ ഫുട്ബോൾ കളിക്കുന്നവരല്ലേ? ഏതാണ് ടീം ഇഷ്ടപ്പെട്ട?
മെസ്സിയുടെ ടീമാണോ? ഏതാ ടീം? പോർച്ചുഗൽ. പോർച്ചുഗലാ? നിങ്ങൾക്ക് ഇപ്പൊ സൗജന്യമായിട്ട് ജേഴ്സി ഫുട്ബോളൊക്കെ കിട്ടുമല്ലേ? എന്താ തോന്നുന്നത്? നല്ല കാര്യം. ഏത് ടീമിലാണ് കളിക്കണേ? സ്കൂൾ ടീമിലാണോ? അതല്ല, ഇഷ്ടപ്പെട്ട ടീമാണ് പോർച്ചുഗൽ. പോർച്ചുഗൽ. എന്താണ് സൗജന്യമായിട്ട് ഫുട്ബോൾ കിട്ടുന്നത്, ജേഴ്സി കിട്ടുന്നത്, എന്ത് തോന്നുന്നു ഇപ്പൊ? നല്ല കാര്യമാണ്. നല്ല കാര്യമാണ്. ഇനി എന്നിട്ട് പ്രാക്ടീസ് ചെയ്യാം അല്ലേ? സ്കൂൾ ടീമിൽ കളിക്കാറുണ്ടോ? ഇല്ല. എന്താണ് ഫുട്ബോൾ ലോകകപ്പ് വരല്ലേ? എന്താ അഭിപ്രായം? നിങ്ങൾക്കൊക്കെ സൗജന്യമായിട്ട് ഫുട്ബോളും ജേഴ്സിയൊക്കെ കിട്ടുമല്ലേ? എന്താ തോന്നുന്നത്? നല്ല ഉപകാരം, എല്ലാവർക്കും കിട്ടും. കളിക്കാൻ പോവാ അല്ലേ? അതിട്ട് കളിക്കും. അടിപൊളി അല്ലേ? ഹാപ്പിയാണോ? കുട്ടികളൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ്. ഇനി ഇതിനെക്കുറിച്ച് നഗരസഭ ചെയർപേഴ്സണ് പറയാനുള്ളത് നമുക്ക് കേൾക്കാം. വേൾഡ് കപ്പിന് വരവേൽക്കുക, പിന്നെ ഇത്രയും കുട്ടികൾക്ക്, വളർന്നു വരുന്ന കുട്ടികൾക്ക് ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര അവരുടെ ഒരു ടാലൻ്റാണ്. ആ ടാലൻറ്റ് വളർത്താനുള്ള അതിനെ എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മലപ്പുറം മുനിസിപ്പാലിറ്റി ഇങ്ങനെ സൗജന്യമായിട്ട് ജേഴ്സിയും ഫുട്ബോളും കൊടുക്കുന്നത്. എത്ര കുട്ടികൾക്ക് കൊടുക്കുന്നത്? അവർ തിരഞ്ഞെടുത്ത മാനദണ്ഡം എന്താണ്? ബാലസഭയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മുഴുവൻ കുട്ടികൾക്കും, എല്ലാ വാർഡിലും മുഴുവൻ ബാലസഭ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കുട്ടികൾക്കാണ് കൊടുക്കുന്നത്. 3000 ജേഴ്സിയും ഒരു ബാലസഭയ്ക്ക് ഒരു ഫുട്ബോളും. അങ്ങനെയാണ്. കുട്ടികളാകേണ്ട 3000. എന്നാലെങ്കിലും ഒട്ടേറെ വ്യത്യസ്തമാർന്ന പരിപാടികൾ കായിക മേഖലയ്ക്ക് വേണ്ടി മലപ്പുറം എപ്പോഴും നൽകുന്നതാണ്. അക്കൂട്ടത്തിൽ തന്നെ നമുക്ക് ഇന്നത്തെ ഈ ഒരു കുട്ടികൾക്ക് ജേഴ്സിയും ഫുട്ബോളും വിതരണം ചെയ്യുന്ന പരിപാടിയെ കണക്കാക്കണം. ഇനി ലോകകപ്പിൻ്റെ ആവേശം ഉയരുമ്പോൾ ഇതിലേറെ വ്യത്യസ്തമായ പരിപാടികൾ നമുക്ക് ഒട്ടേറെ ഇടങ്ങളിൽ നിന്ന് ഇതിൻ്റെ മാതൃകയിൽ നമുക്ക് കാണാൻ സാധിക്കുമെന്നും പ്രതീക്ഷിക്കാം. അഖിലോട്ട് പറയൊപ്പം CV അനുമോദ്, ന്യൂസ് 18. തെക്കൻ ഫിലിപ്പൈൻസിൽ വൻ ഭൂചലനം. റിക്ടർ സ്കെയിലിൽ 8.2 തീവ്രത രേഖപ്പെടുത്തി. ഫിലിപ്പൈൻസിലും ഇന്തോനേഷ്യയിലും ജപ്പാനിലും സുനാമി മുന്നറിയിപ്പുണ്ട്. അനുശ്രീ വിവരങ്ങളുമായി ചേരും. അനുശ്രീ, എന്താണ് മുന്നറിയിപ്പുകൾ? എന്താണ് നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടോ? രഞ്ജിത്ത്, ഇന്ന് രാവിലെയോടെയാണ് മിൻഡനാവോ ദ്വീപിൽ വലിയ തരത്തിലുള്ള ഭൂചലനം അനുഭവപ്പെടുന്ന സാഹചര്യമുണ്ടായത്. തുടക്കത്തിൽ 7.2 തീവ്രതയായിരുന്നു ഭൂചലനമായി രേഖപ്പെടുത്തിയിരുന്നത്. അത് പിന്നീട് 8.2 തീവ്രതയായി രേഖപ്പെടുത്തുകയായിരുന്നു. വലിയ തരത്തിലുള്ള നാശനഷ്ടങ്ങളോ മരണങ്ങളോ ഒന്നും തന്നെ ഇപ്പോൾ അവിടെ നിന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്നാൽ വൈദ്യുതി തടസ്സമുണ്ടാവുകയും ചില കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടാവുകയും ചെയ്തു. സുനാമി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ജനങ്ങളെ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഇപ്പോൾ അധികൃതർ നീങ്ങിയിട്ടുണ്ട്. ഇതുവരെ അനുഭവപ്പെട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഭൂചലനമാണ് ഇപ്പോൾ അനുഭവപ്പെട്ടത് എന്നാണ് അവിടെ നിന്ന് പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്നും അറിയാൻ സാധിക്കുന്ന വിവരം. പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വലിയ തരത്തിലുള്ള ഒരു ഭൂചലനമാണ് അനുഭവപ്പെട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ പ്രഭവ കേന്ദ്രമായി പറയുന്നത് മിൻഡനാവോയിലെ ജനറൽ സാന്റോസ് നഗരത്തിന് സമീപമുള്ള ഒരു കടൽ പ്രദേശം എന്നുള്ളതാണ്. ഏകദേശം 10 കിലോമീറ്റർ ആഴത്തിൽ ആണ് ഈ ശക്തമായ ഭൂചലനം അനുഭവപ്പെട്ടിരിക്കുന്നത്. ഫിലിപ്പീൻസ്, ഇന്തോനേഷ്യ, ജപ്പാൻ എന്നിവിടങ്ങളിലായി സുനാമി മുന്നറിയിപ്പുകളും നൽകിയിട്ടുണ്ട്. വലിയ തരത്തിലുള്ള നാശനഷ്ടങ്ങളൊന്നും തന്നെ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഏകദേശം 1 മീറ്റർ മുതൽ 3 മീറ്റർ വരെയുള്ള തിരമാലകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള മുന്നറിയിപ്പുണ്ട്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ വലിയ തരത്തിലുള്ള വൈദ്യുതി മുടക്കം, കെട്ടിടങ്ങൾക്ക് കേടുപാടുകളൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. നമുക്കറിയാം, ഈ ഫിലിപ്പീൻസ്, ജപ്പാൻ അടക്കമുള്ള പ്രദേശങ്ങളൊക്കെ തന്നെ വലിയ തരത്തിലുള്ള ഭൂകമ്പ സാധ്യതകൾ നിലനിൽക്കുന്ന പ്രദേശമാണ്. ഈ 8.2 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഉണ്ടായതിന് പിന്നാലെ തന്നെ ചെറിയ തരത്തിലുള്ള മറ്റു ഭൂചലനങ്ങൾ അവിടെ അനുഭവപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ചില ആളുകൾക്ക് പരിക്കുകൾ സംഭവിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അവർക്ക് വൈദ്യസഹായം ഏർപ്പെടുത്തുന്നതിലേക്കടക്കം അധികൃതർ കടന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതാണിപ്പോൾ നിലവിലെ സാഹചര്യം. രഞ്ജിത്ത്, അനുശ്രീ വിവരങ്ങൾ പങ്കുവച്ചു. കേരള പ്രദേശ് ഗാന്ധി ദർശൻ വേദി പിറവം നിയോജക മണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ കസ്തൂർബ ഗാന്ധി ദർശൻ വേദി മണ്ഡലം കമ്മിറ്റി രൂപീകരിച്ചു. മണ്ഡലം ചെയർപേഴ്സൺ കവിത MK അധ്യക്ഷതയിൽ UDF ചെയർമാൻ ഷാജു ഇലഞ്ഞിമറ്റം യോഗം ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ തലങ്ങളിൽ 1ാം ക്ലാസ് മുതൽ കേരളത്തിലെ പാഠപുസ്തകങ്ങളിൽ മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു തുടങ്ങിയ ദേശീയ നേതാക്കളുടെ ചരിത്രം രേഖപ്പെടുത്തണമെന്ന് സംസ്ഥാന സർക്കാരിനോട് ഗാന്ധി ദർശൻ വേദി ആവശ്യപ്പെട്ടു. അപ്പോൾ നമുക്ക് ന്യൂസ് 18 സ്പെഷ്യൽ ഡേയിലേക്ക് ഒന്ന് പോകാം. ഞങ്ങളുടെ സഹപ്രവർത്തക കൂടിയായ പാർവതിയുടെയും റെയിൽവേ ഉദ്യോഗസ്ഥനായ പ്രതീഷ് ബാബുവിൻ്റെയും മകൾ സാൻവിയുടെ 8ാം ജന്മദിനമായിരുന്നു ഇന്നലെ. സാൻവി ജന്മദിനം ആഘോഷിച്ചത് ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് റെയിൽവേയുമായി ബന്ധപ്പെട്ട് ട്രെയിനിൽ വെച്ച്, അതായത് പ്രതീഷിൻ്റെ സഹപ്രവർത്തകർക്കൊപ്പമാണ് ആഘോഷിച്ചത്. സാൻവിക്ക് എല്ലാ ആശംസകളും നേരുന്നു.
ന്യൂസ് 18 ഭാഗത്തു നിന്നും ഞങ്ങളുടെ വ്യക്തിപരമായ ആശംസകളും സാൻവിക്ക്. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. ഒരു നല്ല ദിവസം ആശംസിക്കുകയാണ്. കനത്ത മഴയുണ്ട്, ജാഗ്രതയോടെ പുറത്തിറങ്ങുക. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.